ഔപചാരികമായി പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. കുറച്ചു മാസങ്ങളായി ക്ഷത്രിയ ക്ഷേമസഭയുടെ ഉത്സാഹത്തിൽ നമ്മെ ഉദ്ബുദ്ധരാക്കുന്ന പ്രഭാഷണങ്ങൾ പതിവായി നടന്നു വരുന്നു. അവയെല്ലാം തന്നെ കാലിക പ്രസക്തിയുള്ളവയുമാണ്. ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള വിഷയ അവതരണങ്ങൾ നാം കേട്ടു. ലോക ജനതയെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന 2 വിഷയങ്ങൾ ഇന്നുണ്ട്. ഒന്ന് കോവിഡും മറ്റേത് ജീവിതശൈലി രോഗങ്ങളുമാണ്. ആദ്യത്തേത് വ്യാപന ശൈലി കൊണ്ട് ഭീതി ഉളവാക്കുന്നതും പെട്ടെന്ന് മാരകമാകാവുന്നതും ആണെങ്കിൽ രണ്ടാമത്തേത് ഏറ്റവും വ്യാപകവും സാവകാശം മരണത്തെ ആനയിക്കുന്നതുമാണ്. നിഷ്കർഷയോടുകൂടിയ ശുചിത്വം ആചരിച്ചാൽ കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാനാകും. ഉത്കൃഷ്ടമായ ജീവിത രീതികൾ നിഷ്കർഷയോടെ ആചരിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാം. എല്ലാ മേഖലകളിലും അറിവ് നടിക്കുന്ന നമ്മൾ പക്ഷേ ഉത്കൃഷ്ട ജീവിതശൈലിയെപ്പറ്റി തീർത്തും അജ്ഞരാണ്. അതിനാൽ തന്നെ വളരെ അധികം പേർ വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥിതി മാറുന്നതിന് അതിനനുസരിച്ചുള്ള അറിവ് വേണം. അങ്ങനെയുള്ളവ ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വിഷയാവതരണം. പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ മനു ആർ വർമ്മയാണ്. ഇദ്ദേഹം ചെന്നിത്തല മേനാംവിള കോയിക്കൽ പരേതനായ ശ്രീ രാജരാജ വർമ്മയുടെയും വടക്കൻ പരവൂർ മരുതൂർ പഴയ കോവിലകത്ത് പ്രിയമത തമ്പാട്ടിയുടെയും പുത്രനാണ്. 1992 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം 1997 ബോംബെ സയോൺ ഹോസ്പിറ്റലിൽ നിന്ന് MDയും അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വർഷം 2000 ഹൃദ്രോഗ ചികിത്സാ വിഷയത്തിൽ DM ബിരുദവും നേടി. 2003 മുതൽ ഡോക്ടർ മനു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. ഈ സമയത്ത് ഇദ്ദേഹം ഒട്ടനേകം നവീന ചികിത്സാ രീതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. കയ്യിലെ ആർട്ടറി വഴി ആൻജിയോപ്ലാസ്റ്റിയുടെ സാങ്കേതികത, 90 മേൽ പ്രായമുള്ളവരിൽ സുരക്ഷിതമായ ആൻജിയോപ്ലാസ്റ്റി, ഹൈബ്രിഡ് റീവാസ്കുലറൈസേഷൻ, പ്രമേഹ രോഗികളിൽ കാലുകളിലെ ആർട്ടറികളിൽ ഉണ്ടാകുന്ന തടസ്സം ആൻജിയോപ്ലാസ്റ്റി വഴി ശമിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ എന്നിവയിൽ അഗ്രഗാമിയാണ് ഡോക്ടർ മനു. അനസ്തേഷ്യ ഇല്ലാതെ ജാഗ്രതാവസ്ഥയിൽ തന്നെ സുഗമമായി ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയാ രീതി കേരളത്തിൽ ഇദം പ്രഥമമായി നടപ്പിലാക്കിയതിലും ഡോക്ടർ മനുവിന്റെ അറിവും സാങ്കേതിക വൈദഗ്ധ്യവും പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മേഖല ജീവിതശൈലി വൈകല്യങ്ങൾ കൊണ്ട് ഉത്ഭവിക്കുന്ന ഹൃദ്രോഗം അടക്കമുള്ള അവസ്ഥകളുടെ ചികിത്സയും പ്രതിരോധവുമാണ്. ഡോക്ടർ മനുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തലത്തിൽ പ്രോത്സാഹനവും പ്രചോദനവും ഊർജവുമായി ശിശുരോഗ വിദഗ്ധയായ സഹധർമ്മിണി ഡോക്ടർ ദീപയും 2 കുട്ടികളും നിലകൊള്ളുന്നു. ഇത്രയും ഇൻട്രോഡക്ടറി വാക്കുകളോടുകൂടി ഞാൻ ഡോക്ടർ മനു വർമ്മയെ വിഷയാവതരണത്തിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. അൺമ്യൂട്ട് ചെയ്യണേ, കേട്ടുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഡോക്ടർ ജി മ്യൂട്ടാണേ. മനു മ്യൂട്ടാണേ. ഞാനിതൊന്ന് കണ്ടുപിടിച്ചോട്ടെ. എൻ്റെ ഈ ഗൂഗിളിനകത്ത് തന്നെ കിടക്കണത് ഒന്ന് കണ്ടുപിടിക്കട്ടെ. Is it visible? Yes. Slides കാണാമോ? കാണാം. ഓക്കെ, എനിക്ക് നിങ്ങളെ ആരാ കാണാൻ വയ്യ. അതാണ് ഇതിന്റെ ഒരു വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. Am I audible? Audible? Yes. പ്രിയപ്പെട്ട സഭാംഗങ്ങളെ, എൻ്റെ കുടുംബത്തിലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള പല കുടുംബാംഗങ്ങളും ഇതിലുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും നല്ല ഭാഷയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ഞാൻ സുധീരൻ ചേട്ടനോട് ആദ്യം തന്നെ താങ്ക്സ് പറയട്ടെ. അതോടൊപ്പം തന്നെ സീനിയർ ആയിട്ടുള്ള
അതോടൊപ്പം തന്നെ ക്ഷത്രിയ ക്ഷേമ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളോടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഇന്നത്തെ ഈ ടോപ്പിക്ക് സുധീരൻ ചേട്ടൻ പറഞ്ഞ മാതിരിയുള്ള ഇത്ര നല്ല മലയാളമൊന്നും എനിക്ക് പറയാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ അഭിനവ പ്രസന്റേറ്റർമാരിലെ രഞ്ജിനി ഹരിദാസിന്റെ മംഗ്ലീഷ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതായത് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളവും. അപ്പോൾ അത് കലർത്തിയായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും ഞാൻ ഇനി അങ്ങോട്ടേക്ക് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് ഐ ആം ഓഡിയബിൾ ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു ഓൾ. ആം ഐ Audible. So, see, ചില കാര്യങ്ങളിൽ ബംഗാളികളും മലയാളികളും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ഒന്ന് കമ്മ്യൂണിസം തന്നെ. ബംഗാൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മളാണ് കമ്മ്യൂണിസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആൾക്കാർ. രണ്ട്, നമുക്ക് വിവരമില്ലായ്മയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വിവരമുണ്ട്. പക്ഷേ അത് അവനവൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വരുത്തുക, അല്ലെങ്കിൽ അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുക. സംസാരിച്ചോണ്ടിരിക്കുമ്പോ എങ്ങനെയാ ചോദിക്കുന്നത്? നമ്മൾ നമ്മുടെ പ്രവൃത്തി പഥത്തിലേക്ക് അത് കൊണ്ടുവരിക. ശബ്ദം തീരെ കുറവാണല്ലോ. ഫോണിന്റെ കുഴപ്പം. ശബ്ദം തീരെ ഇല്ല. എല്ലാവർക്കും ഇത് തന്നെയാണോ അതോ എന്റെ കുഴപ്പമാണോ? അല്ലല്ല, എനിക്ക് കേൾക്കാറുണ്ട്. ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ട്. വെരി ക്ലിയർ. ഓക്കെ, സോ നമ്മളുടെ പ്രവൃത്തി പഥത്തിലേക്ക് നമ്മൾക്ക് അറിവുകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ അറിവിന്റെ ഉപകാരം. സംശയം പലപ്പോഴും നമുക്ക് പല സംശയം ഉണ്ടാവും. ഞാൻ ഈ ബംഗാളികളുടെയും മലയാളികളുടെയും കാര്യം പറയാം. സംശയരോഗം. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നു, രണ്ടുപേർക്കും എല്ലാത്തിനും സംശയം. ഇതിനെല്ലാം പ്രതിഫലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഞാൻ പറയാവുന്ന കുറച്ച് പ്രീ കണ്ടീഷൻസ്. നിങ്ങളെ ആരെയും കാണാൻ മുഖം കണ്ട് വർത്താനം പറയാൻ പറ്റാത്ത കാരണം ചിലപ്പോൾ എനിക്കൊരു ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല എങ്ങനെയൊക്കെയാണ് പോകണമെന്നുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം. സോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് എല്ലാവർക്കും തന്നെ ഈ ആരോഗ്യ മാസിക, പല ചാനലിൽ കൂടിയുള്ള ടോക്ക് ഷോസ്, ഇതെല്ലാം കൊണ്ട് വിവരത്തിന് യാതൊരു കുറവുമില്ല. പലപ്പോഴും പേഷ്യൻസ് നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മളോട് പറയുന്നത്, എനിക്ക് കുറച്ച് പ്രമേഹമുണ്ട്, കുറച്ച് പ്രഷറും ഉണ്ട്, പക്ഷെ എല്ലാം വെൽ കൺട്രോൾഡ് ആണ്. എങ്ങനെ? ബൈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. എന്താണാവോ താങ്കൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തത്? ഞാൻ കുറച്ച് ദിവസം നടന്നു, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാറില്ല. അതെന്താ? അത് കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെയോ മാങ്ങയുടെ കാലമല്ലേ, ഇപ്പൊ പഴയ പോലെ ഡയറ്റിംഗ് ഒന്നും നടക്കണില്ല, കുറച്ച് മാങ്ങയൊക്കെ തിന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേർ ഈസ് എ ലൈഫ് സ്റ്റൈൽ ഹി ബിക്കെയിം എഗെയിൻ ബാക്ക് ടു സ്ക്വയർ വൺ. ആൻഡ് ഇൻ ദ വാട്ട് ഹാപ്പൻസ് ഇൻ ദ എൻഡ്, ഈ പല ആൾക്കാരും തന്നെത്താൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് ശരിയായിട്ട് സ്വയം അതിനുവേണ്ടി അർപ്പിക്കാതെ ഒരു പകുതി മനസ്സോടുകൂടി ചെയ്തതിന് ശേഷം ദേ ഓൾ ലാൻഡഡ് അപ്പ് ഇൻ ഇൻറ്റൻസീവ് കാർഡിയാക് കെയർ യൂണിറ്റോ, അല്ലെങ്കിൽ ഡോക്ടറുടെ മുമ്പിലോ അടുത്തൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ പ്രമേഹ രോഗം കൂടിയിട്ടോ ചെന്നെത്തുക എന്നുള്ളൊരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെയും ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും നാം വളരെ സീരിയസ് ആയിട്ട് കാരണം ഒരു ദിവസമൊന്നും നമ്മൾ നോക്കിയാൽ പോരാ. എൻ്റയർ ലൈഫ് സ്പാനിൽ നമ്മൾ മരുന്ന് കഴിക്കുകയും ജീവിതശൈലി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഈ സ്ലൈഡിലേക്ക് ഒന്ന് കിടക്കാം. ഇതൊരു ശതാഭിഷേകത്തിൻ്റെ സ്ലൈഡാണ്. അപ്പം ഞാൻ ആദ്യം ആലോചിച്ച് നമുക്ക് നടത്തുന്ന പരിചയമുള്ള ആരുടെയെങ്കിലും ശതാഭിഷേകം എടുക്കാം, പിന്നെ അത് വളരെ പേഴ്സണൽ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ശതാഭിഷേകത്തിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഡൗൺലോഡ് ചെയ്തെടുത്തത്. സോ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടുള്ള ശതാഭിഷേകത്തിൻ്റെ ആളെ എന്താ നമ്മൾ പോവാറ്? പൂർണ്ണകൊമ്പം നൽകി സ്വീകരിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം തേടുന്നു, അവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു, എല്ലാവരും സദ്യ കൊണ്ട് പിരിയുന്നു. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഈ ഒക്ടജനേറിയൻസിനെ അല്ലെങ്കിൽ നാനോജനേറിയൻസിനെ നമ്മൾ പോയി കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് എന്താണ് കിട്ടുന്നത്? ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടോ? ഇല്ല. എന്താണ് ഈ പൂർണ്ണചന്ദ്രനെ കാണുന്നതിന് നമ്മൾ പോയി ശതാഭിഷേകം നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം? അത്രയും ലൈഫ് എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ആ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ രോഗാവസ്ഥയെ നേരിട്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇത്ര ആരോഗ്യകരമായ ജീവിതം നയിച്ച് 80 വയസ്സുകളിലോ അല്ലെങ്കിൽ 90 വയസ്സുകളിലോ വരെ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയാവാറുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്ട്രെസ്സുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആരും തന്നെ ഇതിനെക്കുറിച്ചൊരു അവരെ കൊണ്ട് വർത്താനം പറയിപ്പിക്കുകയോ
അല്ലെങ്കിൽ അവർക്ക് ഒരു അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ജീവിതത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഒരു മീറ്റിംഗ് എടുത്ത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് പിരിയുന്നു എന്നല്ലാതെ. സോ ഫ്രം നൗ ഓൺവേർഡ്സ് ഐ തിങ്ക് ഒരു ശതാഭിഷേക നിരക്കത്ത് പോകുമ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കണം. അവരെങ്ങനെയാണ് ഡിസീസിന്റെ സമയത്ത് അവരെ ഇത്രയും രോഗാവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്താൻ അവരെ സഹായിച്ചത്, അവരെങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തു എന്നുള്ളതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാം വളരെയല്ല ഈ പിക്ചർ ഐ തിങ്ക് ഇറ്റ് ഡെപിക്ട്സ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us, like many of us are in the very younger age group, some of them are in the mids and some of them are quite old. So ഇങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഒരു ഇത് നടക്കുമ്പോൾ അവിടെ വരുന്ന വാദ്യാർ ഈസ് 54 years ഓർ ഐ തിങ്ക് ഒരു ആ പരിപാടി നടത്താൻ വന്ന അദ്ദേഹത്തിന് 54 വയസ്സേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ മോർണിംഗ് എല്ലാവരും കേൾക്കുന്ന അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. നിങ്ങൾക്ക് കാണാം, ഇതാണ് നോർമൽ ആയിട്ടുള്ളൊരു ഹൃദയത്തിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക കൊറോണറി ആൻജിയോഗ്രാം. കാണാം രക്തധമനികൾ മുകളിൽ പോകുന്നത് കറുത്ത നിറത്തിലും അങ്ങോട്ട് പോകുന്ന LAD സർക്കംഫ്ലക്സ് ഒക്കെ. അതേ സമയത്ത് ഇവിടെ 2 ആരോ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കാണാം എത്ര ടൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. So he is 86 and this man is only 54 and already suffered an acute MI. And the questions now, what happened? This patient was immediately taken to the hospital, underwent an emergency angioplasty. ഉടനെ ചെയ്തു. പേഷ്യന്റ് വളരെ ബെറ്റർ ആയി. രാവിലെ ആയപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ ഉച്ചയായപ്പോഴത്തേക്കും വാദ്യാര് കുഴപ്പമില്ലാണ്ടായി. ഇത് നമ്മളുടെ മനസ്സിൽ പലപ്പോഴും ആലോചിക്കുന്നതാണ്, ശരിക്ക് എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു? വാദ്യാരുടെ പ്രൊഫൈൽ ആലോചിക്കണം. അദ്ദേഹം കുറച്ചൊരു ഓവർ വെയിറ്റ് ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഹൈറ്റ് ഒരു 168 സെന്റിമീറ്ററിന് 190 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ആൻഡ് റെസ്റ്റിംഗ് പൾസ് റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 92 പെർ മിനിറ്റ് ആണ്. നല്ലൊരു ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ നല്ലൊരാളുടെ ഏജ് കുറവുള്ള ആളുടെ എന്താണ് നമ്മൾ പൾസ് നോക്കിയാൽ നമുക്കറിയാം, പൾസ് റേറ്റ് ഈസ് ബിറ്റ്വീൻ 60 to 100. അതാണ് അതിനകത്ത് എത്രയാണോ 60യുടെ അടുത്ത് നിൽക്കുന്നത് അത്രയും ആരോഗ്യവാനാണ് നമ്മൾ. ആ സമയത്ത് ഹൈറ്റ് ഈസ് 168 സെന്റിമീറ്ററിന് 90 കിലോഗ്രാം. വാട്ട് ഈസ് ദ BMI എന്താ? വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അത് 30യുടെ മുകളിലാണെങ്കിൽ യു ആർ വെരി മച്ച് ഓവർ വെയിറ്റ്. 26 തൊട്ട് ഓവർ വെയിറ്റ് ആണ്, 30യുടെ മുകളിലായാൽ ഒബീസായി. സോ ഹിസ് BMI ഈസ് വെരി ഹൈ. പിന്നെയോ ഇദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഇംപെയർഡ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസാ. ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തു, കുറച്ച് കൂടുതലായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. മെയിനായിട്ടുള്ള ആഹാരം വെജിറ്റേറിയൻ ഫുഡാണ്. പക്ഷേ അദ്ദേഹം കഴിക്കുന്ന ഫുഡ് എങ്ങനത്തെയാ? ടോട്ടൽ കൊളസ്ട്രോളും ടോട്ടൽ ട്രൈഗ്ലിസറൈഡും വെരി ഹൈ വിത്ത് ലോ HDL. ഇത് വെരി ടിപ്പിക്കൽ ഓഫ് വെജിറ്റേറിയൻ മീൽ, വെരി ഹൈ കലോറി വെജിറ്റേറിയൻ മീൽ. ഒരുപാട് ചോറ് കൂട്ടാനും കഴിക്കുന്ന ഒരാളുടെ പിക്ചറാണ്. അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ഹൈ യൂറിക് ആസിഡ്? യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പ്രൊഫൈലിൽ വരുന്നതാണ്. അത് ഇങ്ങനെയുള്ള അതായത് മെറ്റബോളിക് സിൻഡ്രോം, അതായത് മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ ചില ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ കഴിക്കുന്ന ആഹാരത്തിനെ മെറ്റബോളൈസ് ചെയ്ത് ശരീരത്തിന്റെ വിവിധ ഇതൊക്കെയാക്കി മാറ്റുന്നത്. അപ്പൊ ആ മെറ്റബോളിസത്തിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ് യൂറിക് ആസിഡ്. അപ്പൊ യൂറിക് ആസിഡ് ഹൈ ആണോ ഒരു പേഷ്യന്റിന്, അവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയോ ഹൈപ്പോതൈറോയിഡിസം, ഇത് വളരെ കോമൺ ആണ്. ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് വരുന്ന പേഷ്യൻസിന്റെ എല്ലാം തൈറോയിഡ് പ്രൊഫൈല് അക്യൂട്ട് MI ആയിട്ട്, അതിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ എല്ലാം തൈറോയിഡ് പ്രൊഫൈൽ നോക്കാൻ നോക്കി. സോ ഹൈപ്പോതൈറോയിഡിസം നമ്മുടെ കേരളത്തിൽ ഒരുവിധം നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഹൈപ്പോതൈറോയിഡിസം ആണെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊക്കെ എവിടെ കിടന്നാലും ഉറങ്ങുമായിരുന്നു, ഏത് സ്ഥലത്ത് കിടന്നാലും ഉറങ്ങും. ഇന്ന് ഉറക്കം വരുന്നില്ല. അത് നമ്മൾ അഗെയിൻ ഒരു സൈൻ ഓഫ് ഏജിങ്ങിന്റെ ഒരു സൈനാണ്. അതായത് ലെസ് സ്ലീപ്പ്. ചിലപ്പോൾ നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ലെഫ്റ്റ് സ്ലീപ്പ് ഈസ് നോട്ട് ഗുഡ്. ആൻഡ് അഡിക്വേറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് എത്രയാ? മിനിമം ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് അത് നമുക്കൊരു സ്ലീപ്പ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉറക്കമുള്ളൂ. അപ്പോൾ ഉറക്കം പണ്ട് നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന മാതിരി ഒരാൾക്ക് ആഹാരത്തിന് രുചിയുണ്ടോ? ഉണ്ട്. ഉറക്കം സുഖകരമാണോ? സുഖകരമാണ്. മലം പിടുത്തമൊന്നും ഇല്ലല്ലോ? ഇല്ല. സുഖമായി വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ രോഗമില്ല എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമില്ല. ഈ 3 എണ്ണം തന്നെയാണ് നമുക്ക് ആലോചിച്ചെന്നെങ്കിൽ രോഗാവസ്ഥയുടെ തുടക്കം. നോ എല്ലാവർക്കും എന്താ ഈ ചെറുപ്രായത്തിലെ ഏജ് വരുമ്പോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കാനും അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി കുടിക്കാനും ഒക്കെ വളരെ സന്തോഷമാണ്. ഈ ഒരു 50 വയസ്സ് നമ്മുടെയൊക്കെ പ്രായം 45, 50 അല്ലെങ്കിൽ 60 വയസ്സായി കഴിയുമ്പോൾ തന്നെ ഓരോ കൊല്ലം കൂടുമ്പോഴും മനുഷ്യന് സങ്കടമാണ്, അയ്യോ വയസ്സായല്ലോ. 80 കഴിഞ്ഞാലോ പിന്നെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാം, ഞാൻ 86 വയസ്സായി, 87 വയസ്സായി, 88 വയസ്സായി. നമുക്ക് വേണമെങ്കിൽ 1 വയസ്സ് കൂട്ടിയാലും കൂട്ടാനും താല്പര്യം കൂടുതലാണ്.
പക്ഷെ ശരിക്കും നമ്മളുടെ മനസ്സിലെന്താ, വി വോണ്ട് ടു ബി ഏജ്ലെസ് ജസ്റ്റ് ലൈക്ക് എൻ ആത്മ. വി വോണ്ട് ടു ബി എൻ ഏജ്ലെസ് ആൻഡ് ടൈംലെസ്. ബട്ട് വി ഓൾ നോ ദാറ്റ് നമ്മുടെ സമയം ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ്സും നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ, ഇപ്പം നമ്മൾ ഈ വാദ്യാലയം കണ്ടു, 86 വയസ്സുള്ള ഒരാളെയും കണ്ടു. 80 വയസ്സുള്ള ആളുടെ 1000 പൂർണ്ണേന്ദ്രൻ കണ്ട ആൾ വളരെ സുഖമായിട്ട് ആഹാരവും കഴിച്ച് വീട്ടിൽ പോയി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അദ്ദേഹത്തിന് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യിപ്പിച്ച വാദ്യരാണെങ്കിലോ ICUലാവുകയും ചെയ്തു. ഒരാളുടെ വയസ്സ് 80, ഒരാളുടെ വയസ്സ് 54. Then what's happening? What is happening? That is the first question. So എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഒരാളുടെ ഫിസിയോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജും ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്രൊണോളജിക്കൽ ഏജ്. ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഓടം ഉണ്ടു അല്ലെങ്കിൽ എത്ര വയസ്സായി, എന്ന് ജനിച്ചു എന്നുള്ളതാണ് ക്രൊണോളജിക്കൽ ഏജ്. ബട്ട് എ ഫിസിയോളജിക്കൽ ഓർ ബയോളജിക്കൽ ഏജ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. പല കാരണങ്ങൾ, പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഒന്ന് വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഐഡിയലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോക്ക് ചെയ്യോ, സിഗരറ്റ് വലിക്കാരനാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം മര്യാദയ്ക്ക് കഴിക്കുമോ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ട് രാത്രിയാണ് മുഴുവൻ ഭക്ഷണം, അങ്ങനത്തെ ഒരാളോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർ യു അണ്ടർ സ്ട്രെസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കഴിഞ്ഞില്ല, ഫ്ലെക്സിബിലിറ്റി. പണ്ട് എനിക്ക് എൻ്റെ കുനിഞ്ഞ് നിലത്ത് തൊടാൻ സാധിക്കും, ഇന്ന് എനിക്ക് ബെൻഡ് ചെയ്യാൻ പോലും വയ്യ. ദാറ്റ് മീൻസ് യുവർ ഫ്ലെക്സിബിലിറ്റി ഹാസ് ഡിക്രീസ്ഡ്. അതായത് നമ്മുടെ ശരീരത്തിന് കുനിയാനും നിവരാനും കിടക്കാനും അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി കുറയുക. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കുറയുന്നത് ഒരു സൈൻ ഓഫ് ഏജിങ് ആണ്. പിന്നെയോ മസിൽ സ്ട്രെങ്ത്. പണ്ടൊരു 50 കിലോ ഒക്കെ എടുത്ത് പൊക്കാം, അല്ലെങ്കിൽ 30 കിലോ ഒക്കെ എനിക്ക് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ സഹായിക്കാമായിരുന്നു. ഇന്ന് എനിക്കൊരു 5 കിലോ പോലും പൊക്കാൻ പറ്റുന്നില്ല. സോ മസിൽ സ്ട്രെങ്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ദ മസിൽ സ്ട്രെങ്ത് കുറയും, മസിലിന്റെ ശക്തി കുറയുമ്പോൾ നമുക്ക് ഏജിങ് വരുന്നു, അല്ലെങ്കിൽ ഏജിങ്ങിന്റെ ഒരു വൺ ഓഫ് ദ സൈൻസ് ആയിട്ട് കണക്കാക്കാം മസിലിന്റെ ശക്തി കുറവ്. 3, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിൽ തന്നെ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. എന്താണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ? ഡോക്ടറെ, എൻ്റെ ബ്ലഡ് പ്രഷർ 110/80 ആണ്. 110 എന്താ? ദാറ്റ് ഈസ് ദ സിസ്റ്റോളിക്. മുകളിലുള്ളത് സിസ്റ്റോളിക്, അടിയിലുള്ളതോ ഡയസ്റ്റോളിക്. എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഏജ് കൂടുന്നതനുസരിച്ച് ബ്ലഡ് പ്രഷർ കൂടും, അത് നോർമലാണ്. പക്ഷെ എത്ര വരെ കൂടാം? നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോഴുള്ള ബ്ലഡ് പ്രഷർ 135ഉം 85ഉം ആയിരിക്കണം. അപ്പോൾ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഒരാൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ 135/85 ആയിരിക്കണം. വേറാസ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദർ ഇസ് സംതിങ് കോൾഡ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ. അതായത് ഡോക്ടറെ കാണുമ്പോൾ ഒരു പേടി. സിസ്റ്റർ നല്ല സുന്ദരിയായിട്ടുള്ളതാണെങ്കിൽ BP എടുത്താൽ കുറച്ച് കുറവായിരിക്കും. ഡോക്ടറെ കണ്ട മൊട്ടത്തലയുള്ള ഡോക്ടറായിട്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ ചിലപ്പോൾ പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ബ്ലഡ് പ്രഷർ ഡെഫിനറ്റ്ലായിട്ടും ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് പ്രഷർ എടുക്കുകയാണെങ്കിൽ ഒരു 140/90 ആയിരിക്കും. നമ്മുടെ വീട്ടിലത്തെ ബ്ലഡ് പ്രഷർ, ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ BP എടുക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഹോം ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബിലോ 135/85. സോ ആസ് എ ഏജ് ഇൻക്രീസസ്, നമ്മുടെ പ്രായം കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടി ഒരു 180-160 അടുത്തേക്ക് പോകും. ഡയസ്റ്റോളിക് പ്രഷർ താഴത്തേക്ക് വരും. ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വളരെയധികം കൂടുകയാണെങ്കിൽ അത് എഗെയിൻ ഏജിങ്, അതായത് നിങ്ങളുടെ രക്തധമനികളുടെ ഇലാസ്റ്റിസിറ്റി അത് കുറഞ്ഞിരിക്കുന്നു. അതായത് വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് പോലെയുള്ള, അതേപോലെ സാറ്റിൻ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലഡ് വെസലിൽ നിന്ന് പുളിയുടെ ബാർക്ക് പോലുള്ള രക്തധമനികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രക്തധമനി. എന്താ പുളിയുടെ ബാർക്ക് എന്ന് പറഞ്ഞാൽ? അക്യൂറോസ്ക്ലോറോസിസ് വന്നിട്ട് പ്ലാക്കുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കാൽസ്യവും കൂടി വന്നിട്ടുള്ളതാണ് ഈ പുളിയുടെ ബാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതേ പുളിന്തടിയുടെ പുറം നാം തടഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സുഖവും ഇല്ല. പക്ഷെ ഒരു സാറ്റിൻ സ്മൂത്ത് അല്ലെങ്കിൽ ഒരു ആലിൽ തടങ്ങിയാലോ, അങ്ങനെയാണ് നമ്മൾ ശരിക്കും ജനിക്കുമ്പോൾ നമ്മുടെ രക്തധമനിയുടെ ഉൾഭാഗം. അത് നമ്മുടെ തന്നെ ജീവിതശൈലിയുടെയും അത്രയും കാലങ്ങളും ജീവിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ ഈ ആലിൻ്റെ ഇലയുടെ തളിരിനെ തൊടുന്നത്രയും സുഖമുള്ള ഒരു ഇല മാറി ഒരു പുളിയുടെ മരംകൊമ്പ് തൊടുന്നത് പോലെയാവും. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബയോകെമിസ്ട്രി? ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഷുഗർ, പിന്നെന്താ ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ, അതേപോലെ സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെ ഓരോ ഇൻഡിക്കേറ്ററാണ്. സോഡിയം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. അതേപോലെ യൂറിയ, ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലർ വരുമ്പോൾ വരുന്ന വ്യത്യാസം വരുന്ന ഘടകങ്ങളാണ്. അതേപോലെ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഒരു ചുരുക്കം എല്ലാത്തിനും കൂടി എൻകോംപസ് ചെയ്ത് വിളിക്കുന്നതാണ് ബയോകെമിസ്ട്രി പ്രൊഫൈൽ ഓഫ് എ പേഷ്യൻറ്റ്. അപ്പോൾ ഇതാണ് ഏജിനെ ഡിസൈഡ് ചെയ്യുന്നത്, ഈ ഫാക്ടേഴ്സാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ഫിസിയോളജിക്കലോ അല്ലെങ്കിൽ ബയോളജിക്കലോ ഏജോ നിങ്ങൾക്ക് കണക്കാക്കാം. എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും വലിയ ഫുട്ബോളറായിട്ടുള്ള
മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്നു അദ്ദേഹം. അത് ഇപ്പോൾ അദ്ദേഹം ഐ തിങ്ക് ഹീസ് ഇൻ വിത്ത് ഇപ്പോൾ ഹീസ് അവർ ഓസ്ട്രിയൻ പ്ലെയിൻ CR7 ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വയസ്സ് 35 ബട്ട് വാട്ട് ഈസ് ഹിസ് ഫിസിയോളജിക്കൽ ഏജ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 17 ഓർ ബയോളജിക്കൽ ഏജ് 17 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബയോളജിക്കൽ ഏജ് 17. അതേപോലെ തന്നെ പണ്ടൊരു സൈക്ലിസ്റ്റ് ഉണ്ടായിരുന്നു ആംസ്ട്രോങ്. അദ്ദേഹത്തിൻ്റെ പൾസ് റേറ്റ് നോക്കിയിരുന്നപ്പോൾ ഇറ്റ് ഈസ് ബിലോ 60. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 50 to 40. ഇത് എഗെയിൻസ്റ്റ് ബിക്കോസ് എന്താ എക്സസൈസ് ചെയ്ത് സൈക്കിൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റേറ്റ് അദ്ദേഹം താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. എങ്ങനെ നമുക്ക് നമ്മളുടെ ഹാർട്ട് റേറ്റ് താഴത്തേക്ക് ആക്കാം? ഒന്ന് ബൈ എക്സസൈസ്. സോ ഏജിങ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ഡൂയിങ് എക്സസൈസ്. പിന്നെയോ രണ്ടാമത് എന്താ? ബൈ പ്രാണായാമ. എങ്ങനെയാണ് പ്രാണായാമത്തിൻ്റെ 5 ടൈപ്പ് പ്രാണായാമങ്ങളിലെ 5ാമത്തെ ടൈപ്പ് മെഡിറ്റേഷനിലെ ഓം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ പാരാസിമ്പത്തറ്റിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ പാരാസിമ്പത്തറ്റിക്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കംസ് ഡൗൺ, എസ്പെഷ്യലി വെൻ ദ ഹോൾ ബ്രീത്ത് ഈസ് ഔട്ട് ഓഫ് യുവർ ബോഡി. സോ പ്രാണായാമം റെഗുലറായിട്ട് ചെയ്യും, എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളുടെ ഹാർട്ട് റേറ്റ് താഴത്തേക്ക് വരും. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. ഇൻഫാക്ട് പാരാസിമ്പത്തറ്റിക് നമ്മുടെ ശരീരത്തിലുള്ള പല നെർവ് സിസ്റ്റത്തിൻ്റെയും പണ്ട് യോഗികൾ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം ബൈ ഈ ബ്രീത്തിങ് ടെക്നിക്സും ഇതും വെച്ച്. അങ്ങനെയാണ് പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻസ് വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഹാർട്ട് റേറ്റ് കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കുറയ്ക്കാൻ പാടാം. ഏത് ഇമോഷൻ വന്നാലും ഹാർട്ട് റേറ്റ് കൂടും. പക്ഷേ ഹാർട്ട് റേറ്റ് അടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ only ബൈ എക്സസൈസ് ആസ് വെൽ ആസ് രണ്ടാമത്തത് യോഗയുടെ ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രാണായാമ. സോ ദീസ് ആർ ദ 2 things. നെക്സ്റ്റ് സ്ലീപ്പ് എന്ന് ഞാൻ പറഞ്ഞു. സ്ലീപ്പ് നമുക്ക് സുഖകരമായ സ്ലീപ്പ് ഒരു 6 to 7 hours നമ്മൾ ഉറങ്ങണം. 6 മണിക്കൂറിൽ ഉറങ്ങുന്നതും 9 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നതും ഹാനികരമാണ്. അതുകൊണ്ട് സ്ലീപ്പ് എപ്പോഴും ഹാസ് ടു ബി ബിറ്റ്വീൻ 6 to 7 hours. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പറയാറുണ്ട്. അതായത് പണ്ട് കാലത്ത് ഞങ്ങളുടെ ഒരു അമ്മാണിയമ്മാവനുണ്ടായിരുന്നു, അമ്മയുടെ അമ്മാവൻ. അദ്ദേഹം രാവിലെ 8 മണിക്ക് ഊണാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് കാപ്പിയാണ്. 4:30-5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അത്താഴവും കഴിഞ്ഞു. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൺ ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ എനർജി എക്സ്പെൻഡിച്ചർ നമുക്കില്ല. സോ അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മളുടെ ഡിന്നർ അല്ലെങ്കിൽ നമ്മളുടെ അത്താഴം കഴിയുന്നത് നേരത്തെയാക്കണം. സൺസെറ്റിന് മുമ്പേ ആക്കാമെങ്കിൽ അത്രയും നല്ലത്. വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു റെഡ്യൂസ് യുവർ വെയിറ്റ് ഈസ് ചേഞ്ചിങ് യുവർ ഡയറ്റ്. എങ്ങനെയാ? ഒന്ന്, നമ്മളുടെ അത്താഴം 4 മണി 5 മണി അല്ലെങ്കിൽ 6 മണിക്കുള്ളിൽ കഴിക്കുക. 2, ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിക്കുക കറക്റ്റായിട്ട്. അത്താഴം കഴിയുന്നതും ലൈറ്റായിട്ട് കഴിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? ഒരു 16 to 18 hours ഓഫ് ഫാസ്റ്റിംഗ് ഈസ് റിക്വയർഡ്. എന്തിനാ? നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. രാത്രി കിടന്നിറങ്ങുമ്പോൾ മൂക്ക് മുട്ട ആഹാരം കഴിച്ചല്ല ശരിക്കും ഉറങ്ങേണ്ടത്. പക്ഷേ നമ്മളെല്ലാവരും രാവിലത്തെ വർക്കെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് ശരിയായ ഭക്ഷണം, വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. നേരെ മറിച്ചായിട്ട് കഴിക്കണം. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ്. പണ്ട് കാലത്ത് ശനിയാഴ്ച വ്രതം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ഏകാദശി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് പുതിയ സയൻറ്റിഫിക് സയൻസ് പ്രൂവ്സ് ദാറ്റ് ദീസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ കുറച്ചെല്ലാം ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മെറ്റബോളിസം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ദെൻ റിഗാർഡിങ് ദ ആക്ടിവിറ്റി, വാട്ട് ഈസ് ദിസ് ആക്ടിവിറ്റി മീൻസ്? നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണോ? അതായത് ഫയൽ നോക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഫയൽ നോക്കി നമ്മുടെ ജോലി വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ജോലിയാണോ എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മുടെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ 2 പുഷപ്സ് എടുക്കുക, അല്ലെങ്കിൽ 2 ടേൺ ചെയ്യുക. അതായത് മോർ ദാൻ 25 to 30 മിനിറ്റ്സ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് തന്നെ നമ്മുടെ ഏജിങ് ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് ഏജിങ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രകൃതി തന്നെ ചലനം. അപ്പോൾ പിന്നെ നാം ചലിക്കാതിരുന്നാലോ? പ്രകൃതിയുടെ നിയമമാണ് ചലനം, അതുകൊണ്ട് നാമും ചലിക്കണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്മോക്ക് ചെയ്യുന്നത് ഒരു കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാണെങ്കിൽ ഇന്ന് ഒട്ടും തന്നെ സ്മോക്കിംഗ് ആർക്കും തന്നെ നമുക്ക് എല്ലാ ഡിസീസ് ഇൻക്ലൂഡിങ് ഫ്രം ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അതോടൊപ്പം തന്നെ മാലിഗ്നൻസീസ് എല്ലാത്തിനും ഒരു കാരണമാണ്. അതുകൊണ്ട് സ്മോക്കിംഗ് എത്രയും വേഗം ഉപേക്ഷിക്കേണ്ടതാണ്. ഈ ആക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ? ആക്ടിവിറ്റി നാം ചെറിയ പ്രായത്തിൽ തന്നെ ശീലിച്ചു തുടങ്ങണം. ഒരു 50 വയസ്സായിട്ട് ഞാൻ ആക്ടിവിറ്റി കൂട്ടാന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ ഏതെങ്കിലും 1-2 സ്പോർട്സിന് ട്രെയിനിങ് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് എന്നും കളിക്കാനായിട്ട് പറ്റുന്ന ഒരു കളി എപ്പോഴും അവർ പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആഹാരത്തിൽ വെജിറ്റബിൾസ്
ആൻഡ് ഫ്രൂട്ട്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾ പണ്ട് കാലത്ത് കിട്ടണ മാതിരി നമ്മുടെ കുടപ്പം തോരനും എല്ലാം ഉപയോഗിക്കാം. അങ്ങനത്തെ വെജിറ്റബിൾസ് നന്നായിട്ടുണ്ടായിരിക്കണം ആഹാരത്തിലോടൊപ്പം തന്നെ ഫ്രൂട്ട്സും വേണം. സ്ട്രെസ്, ഇതൊരു കൂട്ടുകുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് വിൽ ബി വെരി വെരി ലെസ്. ഒറ്റയ്ക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കുമ്പോൾ, അതായത് ടാർഗറ്റ്, ഇതെല്ലാം നമ്മുടെ ഏജിങ് കൂട്ടും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് മൊത്തം ഹൗ ടു റെഡ്യൂസ് അവർ ഏജ്. ഈവൻ ദോ ഏജ് വിൽ നോട്ട് ബി ഏജ്ലെസ് ഓർ ടൈംലെസ് വണ്ടേഴ്സ്, പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ഏജിനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ സംഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. മസിൽ സ്ട്രെങ്ത്, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് 2 to 3 times 2 times എങ്കിലും വീക്കിൽ നിങ്ങൾ എന്തെങ്കിലും മസ്കുലർ സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈസ് ചെയ്യണം. എന്താ, ഡംബൽസ് എടുക്കുകയോ അല്ലെങ്കിൽ പുഷപ്സ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. കാരണം മസിൽ സ്ട്രെങ്ത് ഡയബറ്റീസിൽ വളരെയധികം കുറഞ്ഞു പോകും. ഒരു പ്രമേഹം രോഗം വന്ന ആളും പ്രമേഹം ഒരാളും താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ ഏകദേശം 10 to 15 yearsന്റെ ഡിഫറൻസ് ഉണ്ട്. സി ഹൗ മച്ച് എ ഡയബറ്റീസ് ക്യാൻ റിയലി പുട്ട് യു ഇൻ ടു ട്രബിൾ. പക്ഷേ കറക്റ്റായിട്ട് നോക്കുകയും കറക്റ്റായിട്ട് ഡയബറ്റീസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ലൈഫ് സ്പാൻ ചിലപ്പോൾ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ഒരു നമ്മുടെ ഇടയിലുള്ള സൊസൈറ്റിയിലുള്ള ഒരു സിറ്റിസനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും. ബിക്കോസ് അയാളെല്ലാം നോക്കിയിരിക്കും ജീവിക്കുക. ഡെഫിനറ്റായിട്ടും ഡയബറ്റീസ് നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വെരി വെല്ലായിട്ട് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഐ ഹോപ്പ് കേൾക്കാം. ഫോളോ ചെയ്യണ്ടല്ലോ അല്ലേ? ബോറടിക്കുമ്പോ പറയണേ. അല്ലല്ല, ക്ലിയർ ആണ് ഡോക്ടർ. വെരി ഗുഡ്, താങ്ക് യു. ആരെങ്കിലും ഞങ്ങളോട് സംസാരിക്കണ വലിയ താല്പര്യം ഞങ്ങൾക്ക്, ബോറടിക്കില്ല. Okay, next, what happened to our Vathyar? He is having a metabolic garbage. Vathyar മാത്രമല്ല, നമ്മളിൽ പലരും തന്നെ മെറ്റബോളിക് ഗാർബേജാ. അതിനെക്കുറിച്ച് നമുക്ക് വരാം. അപ്പം നമ്മളുടെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഏജ് എനിക്ക് കുറയ്ക്കണമെന്ന് വളരെ മോഹമുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അതാണ് നോൺ മോഡിഫയബിൾ എന്ന് പറയുന്നത്. എനിക്ക് മാറ്റാൻ പറ്റില്ല. സെക്സ്, ഈവൻ ദോ ചില ആൾക്കാരെ സെക്സ് അസൈൻമെന്റ് സർജറി ആവുമെന്നും നമ്മളെ ബാധിക്കുന്നില്ല. സെക്സ് കനോട്ട് ബി ചേഞ്ച്ഡ്. എനിക്ക് വേറൊരു ഫാമിലിയിൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, ഞാൻ ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതും ഇറ്റ് ഈസ് എ നോൺ മോഡിഫയബിൾ. അപ്പം നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നാം ഒരുപാട് വൃഥ ആലോചിച്ചിട്ട് കാര്യമില്ല. വാട്ട് ഈസ് മോഡിഫയബിൾ? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ജെനറ്റിക്സ്. നമുക്കെല്ലാം അറിയാം, നല്ല ജീൻസ് കിട്ടാൻ ഭാഗ്യം ചെയ്യേണ്ടത്. നല്ല പേരൻസ് വേണം, നല്ല ജീൻസ് കിട്ടണം, നല്ല ഫാമിലിയിൽ നിന്ന് കിട്ടണം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പിന്നെ എന്താണ്, നമുക്ക് ജീൻസ് കുറച്ച് മോശമാണെങ്കിലും എങ്ങനെ നമുക്ക് അതിനെ വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുനടക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് 45 വയസ്സിൽ വരുന്നു. തിങ്ക് അബൌട്ട്, ബിക്കോസ് ഓഫ് ഹിസ് ആക്ഷൻസ് ഈ 45 വയസ്സിൽ വരുന്ന ഹാർട്ട് അറ്റാക്ക് ഒരു 65 വയസ്സിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സലന്റ് അല്ലേ? എന്താ കാരണം? ബൈ 45 to 65 all his duties to the society as well as to the family, അതായത് നമ്മളുടെ സമൂഹത്തിനും അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രാരാബ്ധങ്ങളും അദ്ദേഹത്തിന് ഒരു പരിധി വരെ തീർക്കാൻ സാധിക്കും. ചിലർക്ക് പ്രാരാബ്ധം തീർക്കാൻ പറ്റില്ല, അത് അവനൻ്റെ കർമ്മഫലം. പക്ഷേ അല്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും ഒരു 70 വയസ്സാകുമ്പോഴത്തേക്കും സ്വന്തം പ്രാരാബ്ധങ്ങൾ ഒരുപാടെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് എന്താ പറയുക ചെയ്ത് തീർക്കാൻ സാധിക്കും. സോ എൻവയോൺമെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പല ഡിസീസസിൻ്റെയും ജീൻസ് വിത്ത് എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളുടെ ആക്ഷൻ തന്നെയാണ്, നമുക്ക് പൂർ ജീൻസ് ആണെങ്കിൽ പോലും നമുക്ക് കുറേ കാലം രോഗത്തിനെ പിടിച്ചു നിർത്താനും രോഗത്തിൽ നിന്ന് കുറച്ച് മുക്തി നേടുക എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസോ ഹാർട്ട് ഡിസീസോ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ടും ദിസ് വിൽ ക്യാച്ച് അപ്പ്. വെൻ, ഹൗ എന്നുള്ളതിനുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. 45 വയസ്സിൽ എക്സാമ്പിൾ, എൻ്റെ അച്ഛന് 37 വയസ്സ് തൊട്ട് ഡയബറ്റീസ് ആയിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, എല്ലാ 6 മാസം കൂടുമ്പോഴും എൻ്റെ ഷുഗർ ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. പതുക്കെ എനിക്ക് മനസ്സിലായി 44 വയസ്സായിരിക്കുമ്പോൾ എൻ്റെയും ഷുഗറെല്ലാം അബ്നോർമലായി. പക്ഷേ ഈ 37 വയസ്സിൽ നിന്ന് 45 വയസ്സ് വരെ എനിക്ക് പിടിച്ചു നിർത്താൻ ഒരുപാട് ഈ ഒരു ജോലിയായിട്ട്, അതെന്നെ എൻ്റെ ഉറക്കമൊന്നും ശരിയാവില്ല, രാത്രി കോൾ ഉണ്ടാവും, പിന്നെ കുറച്ച് മടിയനാണ്, നല്ല ആഹാരപ്രിയനാണ്, ഇതൊക്കെ ആയിട്ടും പിടിച്ചു നിർത്താൻ പറ്റിയത് ഞാൻ എല്ലാ ദിവസവും നടക്കുമായിരുന്നു, കുറച്ച് എക്സസൈസ് ചെയ്യുമായിരുന്നു, എൻ്റെ ആഹാരത്തിൽ ഞാൻ സ്വീറ്റ് അധികം കഴിക്കില്ലായിരുന്നു. അങ്ങനെയുള്ള ചെറിയൊരു വ്യത്യാസം കൊണ്ട് എനിക്ക് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പോട്ടേക്ക് മാറ്റാൻ സാധിച്ചു. തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിരുന്നെങ്കിലോ ചിലപ്പോൾ എനിക്ക് 45 എന്നുള്ളത് ഒരു 55 ആക്കാൻ പറ്റുമായിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ സെറ്റ്. എൻവയോൺമെൻറ്റും നമ്മളുടെ ബിഹേവിയറും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസീസ് കോസേഷൻ. എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട്,
എല്ലാവർക്കും എന്നിട്ട് എന്താ ക്യാൻസർ വരാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ ഹാർട്ട് അറ്റാക്ക് വരാത്തത്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട്? ബിക്കോസ് അദ്ദേഹം എല്ലാവർക്കും ഒരേ ജീൻസ് അല്ലാത്തത് കൊണ്ട്. എല്ലാ ജീൻസും ഒരേപോലെ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ വന്നേനെ. പക്ഷെ സമൂഹത്തില് ജീൻസ് എല്ലാം മിക്സ്ഡ് ആണ്, അല്ലേ? സോ പലപ്പോഴും ഡിസീസസ് അറിഞ്ഞോ അറിയാതെയോ ബിക്കോസ് ഓഫ് യുവർ ചോയ്സസ്, നമ്മളുടെ ആക്ഷന്റെ ചോയ്സസ് ആണ് ഡിസീസ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡീസിലറേറ്റ് ചെയ്യുന്നതും, കൂട്ടുന്നതും കുറയ്ക്കുന്നതും നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത തന്നെയാണോ എന്ന് തോന്നിയപ്പോൾ കുറേയൊക്കെ. നെക്സ്റ്റ്, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇപ്പൊ വയസ്സും നമ്മുടെ റിസ്ക് ഫാക്ടർ അസസ്മെന്റും. നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഗൂഗിളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ദീസ് കാർഡിയോവാസ്കുലർ റിസ്ക് അസസ്മെന്റ് 10 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എത്ര സാധ്യതയുണ്ട് ഒരു ഹൃദ്രോഗം വരാനുള്ളത്, എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ദിസ് വിൽ ഗിവ് യു എൻ ഐഡിയ. എനിക്ക് എത്ര ശതമാനം ആൾക്കാരിൽ ഞാൻ എത്ര സാധ്യതയുണ്ട് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് കിട്ടാൻ, വെദർ ഐ ഷുഡ് ബി കെയർഫുൾ, എന്താണ് ഞാൻ നോക്കേണ്ടത് എന്നറിയാനായിട്ട് ആദ്യം നാം നമ്മുടെ സ്വന്തം റിസ്ക് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് കണ്ടേ, കാർഡിയോവാസ്കുലർ റിസ്ക് അസസ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഗൂഗിളിലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നതാണ്. നൗ വാട്ട് അബൌട്ട് ദ ട്രയൽസ്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എങ്ങനെ ഇതൊക്കെ പഠിച്ചു ഡോക്ടർമാർ, കാർഡിയോളജിസ്റ്റുകൾ? അതോ വെറുതെ അടിച്ചു വിടുകയാണോ? അല്ല. അതായത് 8 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾ, അതേപോലെ ചെറുപ്പക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ബൊഗ്ലോസ് ഹാർട്ട് ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു ബൊഗോലാസ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവർക്കൊരു അവിടെ അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഓട്ടോപ്സി ചെയ്യാൻ തീരുമാനിച്ചു. മരിച്ചുപോയ എല്ലാവരുടെയും. നമുക്കിപ്പോൾ എക്സാമ്പിൾ ബോംബെയിലൊക്കെ ഉണ്ട്, കൊറോണറാണ് അവിടത്തേക്കത്. മരിച്ചു പോയിട്ട് ഡോക്ടറിന് കറക്റ്റായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റിയില്ല, അതായത് ഈ മരണകാരണം ഇന്നതാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് പോസ്റ്റ്മോർട്ടം നൽകാം. ഇന്ന് ഇവിടെ പറ്റില്ല. കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴത്തേക്ക് MLA വിളിക്കും, അവർ വിളിക്കും, ലഹളമയാവും. ബോംബെയിൽ അങ്ങനെയല്ല, കൊറോണാസ് കോർട്ടാണ്. അതായത് കൊറോണറിന്റെ കോർട്ടിൽ അവിടുത്തെ റെസിഡന്റ് ഡോക്ടറിന് ആണ് ഡിക്ലെയർ ചെയ്യേണ്ട ആളാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഓട്ടോപ്സി ആയിട്ടും, പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ അപകട മരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകില്ലേ, അത് തന്നെ ഓട്ടോപ്സി. അപ്പോൾ അവരുടെ എല്ലാം ഓട്ടോപ്സി ചെയ്തപ്പോൾ 8 വയസ്സുള്ള കുട്ടികളിൽ തൊട്ട് ഹൃദയരക്തധമനികളിൽ കൊളസ്ട്രോളിന്റെ പ്ലാക്കുകൾ കണ്ടു എന്നാണ്. അപ്പൊ നമ്മൾ മോൻ ഇപ്പൊ ഇഷ്ടംമാതിരി കഴിച്ചോളൂ, കുറച്ച് പ്രായമാകുമ്പോൾ പ്രമേഹമൊക്കെ വരും, എപ്പോഴല്ലേ അവന് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ അപ്രസക്തം. കാരണം നിങ്ങൾ തുടങ്ങേണ്ടത് പ്രിവെൻഷൻ ഷുഡ് സ്റ്റാർട്ട് ദ മൊമെന്റ് യു കം ഔട്ട് ഓഫ് ദ വൂം. നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെത്തിയ കുട്ടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 years തൊട്ട് പ്രീ സ്കൂൾ ചിൽഡ്രനിൽ തൊട്ട് മര്യാദയ്ക്ക് ഡയറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കണം. കാരണം കുട്ടിക്കറിയില്ല അതിനെന്താ കഴിക്കേണ്ടതെന്ന്, നമുക്കറിയണം. ആ കുട്ടിക്ക് എത്ര കൊടുക്കണം, ആ കുട്ടിയുടെ വയറെത്രയുണ്ട്, അതിന് ഓവർ ഈറ്റ് ചെയ്യരുത്, അതിന് കൊടുക്കുന്നതിൽ ഒരുപാട് വെണ്ണയും മറ്റും ഇട്ട് കൊടുക്കരുത്. തടിച്ച് സുന്ദരനായ ഫാരക്സ് ബേബിയെ ഉണ്ടാക്കലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ആരോഗ്യകരമായിട്ടുള്ള ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് കഴിക്കരുത്. അതാണ് ബൊഗ്ലാസ ഹാർട്ട് ട്രയൽ പറഞ്ഞത്. 8 വയസ്സ് തൊട്ട് തന്നെ കൊളസ്ട്രോൾ പ്ലാക്കുകൾ കാണുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്തേ അവര്? ഈ മരിച്ചുപോയവരുടെ എല്ലാവരുടെയും ബയോകെമിസ്ട്രി എടുത്തു. ഈ ബയോകെമിസ്ട്രി എടുത്തതിന് ശേഷം ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്നു, ഏതെല്ലാം ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് ഏതെല്ലാം ആൾക്കാരുടെയാണോ LDL കൊളസ്ട്രോൾ ഹൈ, അവരുടെ എല്ലാം ഹൃദയരക്തധമനിയുടെ ഉള്ളിലാണ് പ്ലാക്കുകൾ കണ്ടത്. അങ്ങനെയാണ് LDL കൊളസ്ട്രോൾ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണെന്നും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒരു ഹൈപ്പോത്തസിസ് ഇറങ്ങാനുള്ള കാരണം. പിന്നെ എന്താ ഉണ്ടായത്? ഡിക് കാർഡിയ സ്റ്റഡി. എന്താണ് ഈ കാർഡിയ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ്? അതായത് ആദ്യത്തെ 20 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും CT കൊറോണറി ആൻജിയോഗ്രാം ചെയ്തു. 4 കൊല്ലം കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെ 4-5 കൊല്ലമാണെന്ന് എൻ്റെ ഓർമ്മ ശരി, അവരെ തിരിച്ചു വിളിച്ച് 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അത് കഴിയുമ്പോൾ അവരെ തിരിച്ചു വിളിച്ച് രണ്ടാമത് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ആർക്കൊക്കെ രോഗം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് CT കൊറോണറി ആൻജിയോഗ്രാമിലെന്ന് നോക്കി, രക്തധമനിയിലുള്ള ബ്ലോക്കുകൾ. അങ്ങനെ നോക്കിയപ്പോൾ ആർക്കൊക്കെയാണോ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഞാൻ നേരത്തെ പറഞ്ഞു മുകളിലുള്ള ബ്ലഡ് പ്രഷർ, അത് 130ന്റെ മുകളിൽ, LDL കൊളസ്ട്രോൾ 130ന്റെ മുകളിൽ, അതോടൊപ്പം തന്നെ എന്താ ഷുഗർ ആരുടെയൊക്കെയാണോ അബ്നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള 3 ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഡിസീസ് പ്രോഗ്രഷൻ വന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? This starts at below 20 years prior. നമുക്ക് രോഗം വരുന്നതിന് 20 കൊല്ലം മുമ്പേ
ഇതിൻ്റെ വിത്തുകൾ നമ്മിൽ പാകിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നാം എവിടെ തുടങ്ങണം പ്രിവെൻഷൻ? നാം ജനിച്ച് വീഴുന്ന അന്ന് തൊട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആർക്ക്? എൻ്റെ കുടുംബത്തിൽ ഒരു ഹൃദ്രോഗി ഉണ്ടെങ്കിൽ, എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ അമ്മാവന്മാരിലോ വളരെയധികം അടുത്ത ആൾക്കാരിൽ മരണമുണ്ടെങ്കിൽ, ഹൃദ്രോഗ മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രമേഹ രോഗികളാണെങ്കിൽ, നാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുട്ടി ജനിച്ചോടുകയാണ്. അവിടെ നിന്ന് തൊട്ട് നാം സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് അതിനെ തടിപ്പിക്കാണ്ടിരിക്കാൻ നോക്കണം. നല്ല സുന്ദരനായ ബേബിയാണെന്ന് കരുതി അതിന് ഒരുപാട് വാരിക്കോരി കൊടുക്കാതിരിക്കണം. അഡിക്വേറ്റ് ആയിട്ട് കളിപ്പിക്കണം. എല്ലാ കുട്ടികൾക്കും ഈ ഓൺലൈൻ്റെ മുമ്പിലായി തന്നെ ഇന്ന് കളിയൊന്നും രക്ഷയില്ല. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 1 hour ഒരു കുട്ടിക്ക് നല്ല എല്ലും. ഇപ്പൊ എക്സാമ്പിൾ എന്താണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം? നമ്മുടെ അമ്മൂമ്മമാരെയും പല അപ്പൂപ്പന്മാരെയും കണ്ടിട്ടുണ്ട്. ഒരു 60-70 വയസ്സാകുമ്പോഴത്തേക്കും റാ പോലെ വളഞ്ഞ് എണീറ്റ് നിൽക്കാൻ എന്താ പുറം വേദന? എല്ലാവർക്കും പുറം വേദന. മിക്ക ആൾക്കാരുടെ വീട്ടിൽ കൊട്ടൻ ചുക്കറിയോ അല്ലെങ്കിൽ മുറിവെണ്ണയോ സ്റ്റോക്ക് ഉണ്ടാവും ബൈ ദാറ്റ് ടൈം. എന്താണ് ഇതിന്റെ കാരണം? റീസൺ, അവരുടെ 18 to 20 ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ബോൺ ഡെവലപ്മെന്റ് വരുന്നത്. ആരാണോ പറമ്പിൽ അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ളത് അവർക്ക് ഈ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ളവരാണ് 80-85 ശതാഭിഷേകമൊക്കെ നടത്തുന്നത്. അപ്പൊ ആ കളി ഇന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സ്പോർട്ട് കുട്ടിയെ ഡെഫിനറ്റ് ആയിട്ടും പഠിപ്പിച്ചിരിക്കണം. അവന് അതിൽ ഇൻട്രസ്റ്റ് ജനിപ്പിച്ചിരിക്കണം. അവനെ കൊണ്ട് കളിപ്പിച്ചിരിക്കണം. പിന്നെയോ വാട്ട് അബൌട്ട് us 20 to 30 years? ഡെഫിനറ്റ്ലി ബെഞ്ച് പ്രസ് അങ്ങനെയുള്ള ഭാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കാൽസിഫിക്കേഷൻ ഓഫ് ദ ബോൺസ് വിൽ ബിക്കം ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് അതാണ് വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനാണ് യോഗയുടെ ഇമ്പോർട്ടൻസ്. സോ നമുക്കിതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ആവശ്യമാണ്, കുറച്ച് വാഴ നടുവും കുറച്ച് എക്സസൈസ്, ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നല്ലേ കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ബോൺ സ്ട്രെങ്ത് ആൻഡ് മിനറലൈസേഷൻ. ശക്തി, എല്ലിനും പല്ലിനും ശക്തി കൂടും. അതുകൊണ്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിത്തത്തിനെ പോലെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കിയിട്ട് കാര്യമില്ല. എന്താ കാരണം? 45 വയസ്സാകുമ്പോഴത്തേക്ക് അവനൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഈ പഠിത്തത്തിൻ്റെ മാർക്കും എല്ലാം തീർന്നു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവന് ആരോഗ്യകരമായ ഒരു ശരീരം ഉണ്ടായിരിക്കണം. ആരോഗ്യകരമായ ഒരു ശരീരം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയും എന്തെങ്കിലും ജോലി ചെയ്ത് മുമ്പോട്ട് പോകാം. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിനാണ് നമ്മൾ പ്രസക്തി കൊടുക്കേണ്ടത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കുടുംബത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും അന്യോന്യം കൂട്ടായ്മയാണ്. ബിക്കോസ് ഈ വളരെ വിഷമമാണ്. ഈ പറയുന്ന മാതിരി എളുപ്പമല്ല എല്ലാ ദിവസവും മരുന്ന് കഴിക്കാനും എല്ലാ ദിവസവും ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാനും. അത് നമ്മളുടെ ബിഹേവിയർ ആക്കിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഹോബി നമുക്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ആരോഗ്യ മാസികയിൽ വായിച്ച് മറക്കാം, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ്, ഞാൻ ഈ പറഞ്ഞ സമയത്ത് പ്രമേഹത്തിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കറിയാമോ ഈ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ്? സ്വിഗ്ഗിയും സൊമാറ്റോയും വരുന്നതിന് മുമ്പ് കൊച്ചിയിൽ 5-ൽ ഒരാൾക്ക് പ്രമേഹ രോഗമാണ്. 5-ൽ ഒരാൾക്ക് പ്രമേഹ രോഗമാണ്. 110 പേരാണ് ഒരു ദിവസം ഹൃദ്രോഗം വന്ന് മരണമടയുന്നത്. കേരളത്തിലെ വിവരക്കണക്കാണതല്ല. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രമേഹ രോഗത്തിന് കാരണം കൊണ്ട് വരുന്ന ലൈഫ് സ്റ്റൈൽ കിഡ്നി ഡിസീസസിൻ്റെ എണ്ണം, കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ എണ്ണം ഒന്നും ഞാൻ പറയുന്നില്ല, അത്ര അധികം ഉണ്ട്. മലബാറിൽ നിന്നും മറ്റും ഒരുപാട് ആൾക്കാർ ട്രെയിൻ പിടിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ വന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റില്ല, അത്ര അധികം ഉണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ കൺട്രോളില്ലാത്ത പ്രമേഹ രോഗം, കൺട്രോളില്ലാത്ത ബ്ലഡ് പ്രഷർ ആൻഡ് ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ ആൻഡ് HDL കൊളസ്ട്രോൾ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? നമ്മളുടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നോക്കിയാൽ മതി. എൻ്റെ ഒരു 40-45 35 തൊട്ട് തുടങ്ങാം. എല്ലാവരെയും ഷർട്ട് ഊരി നിരത്തി നിർത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഒരു ആപ്പിൾ ടൈപ്പ് ഓഫ് ഒബീസിറ്റി. എല്ലാവരിലും ഞാൻ പറയണില്ല, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പലപ്പോഴും അവർ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അവർ മാരത്തോൺ ഓടാൻ പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നല്ലൊരു കാര്യം. അപ്പോൾ അല്ലാത്ത ആൾക്കാരിൽ മിക്കവരിലും, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ആപ്പിൾ ടൈപ്പ് ഓഫ് ഒബീസിറ്റി. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താ? അതിൻ്റെ മെയിൻ റീസൺ കലോറിക് വാല്യൂ ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കുക. എന്താണ് കലോറിക് വാല്യൂ? മധുരമുള്ള ഭക്ഷണം, കൊഴുപ്പുള്ള ഭക്ഷണം. നമ്മളുടെ കൊഴുപ്പ് എന്താ? തൈര്. മധുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഫ്രൂട്ട്സ്, എങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെയോ ചോറ്, അന്നജം കൂടുതലുള്ളത്, ഇത് ധാരാളമായിട്ട് കഴിക്കുക. എന്തുകൊണ്ട്? നമുക്ക് വേണ്ട പ്രോട്ടീൻസ് എല്ലാം നമ്മൾ കഴിക്കുന്നത്, നാം കൂടുന്നതും സ്റ്റാർച്ചാണ് കഴിക്കുന്നത്. ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? കലോറിക് കൂടുതലാവുകയും അതെല്ലാം
നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ വിസറൽ ഫാറ്റ്, അതായത് നമ്മളുടെ ഇൻഡസ്റ്റൈൻസ്, വയറ്, ഇവിടെ എല്ലാം ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ഈ ആപ്പിൾ ടൈപ്പ് ഓഫ് ഒബീസിറ്റി. അവരുടെ ശരീരത്തിൽ ഒരു ശരീരം 2 മെല്ലിച്ച കാലും 2 മെല്ലിച്ച 2 കൈയും ഒരു വലിയ വയറും, ഇത് തന്നെയാണ് നമ്മളുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ എല്ലാവരുടെയും ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് എടുത്ത് അപ്പം കാണാം. കൊളസ്ട്രോൾ വലിയ കൂടുതൽ ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. ട്രൈഗ്ലിസറൈഡ് വളരെ ഹൈ ആയിരിക്കും, HDL കൊളസ്ട്രോൾ വളരെ ലോ ആയിരിക്കും. ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ HDL കൊളസ്ട്രോൾ കുറയും. അതൊരു എന്താ പറയുക, അവർ തമ്മിലുള്ള ഒരു മിമിക്കൊരു കളിയാണത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡിന്റെ മെറ്റബോളിസത്തിന് HDL കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന അത് കുറച്ച് ബയോകെമിസ്ട്രിയാണ്, വിച്ച് ഈസ് നോട്ട് റിക്വയർഡ്. നമ്മുടെ ആവശ്യമില്ല ഇവിടെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത്ര അറിഞ്ഞാൽ മതി. എങ്ങനെ നമുക്കിതിനെ ഇത് ചെയ്യാം? കൂടുതലായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാനായിട്ട് കൂടുതലായിട്ട് എനർജിയുള്ള ഫുഡ് നാം കുറയ്ക്കുക. അതോടൊപ്പം തന്നെ എക്സസൈസ് കൂട്ടുക. അപ്പോൾ HDL കൊളസ്ട്രോൾ കുറച്ച് കൂടും. അപ്പോൾ ട്രൈഗ്ലിസറൈഡിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? യെസ്, നടത്തം, എക്സസൈസ്, ഓട്ടം. ഒരു 45 minutes ഓഫ് എക്സസൈസ് വിൽ ബേൺ അവർ ട്രൈഗ്ലിസറൈഡ് ടു സം എക്സ്റ്റെൻറ്റ്. കുറച്ച് നമുക്ക് ബേൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ LDL കൊളസ്ട്രോളിന് അങ്ങനെ ബേൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡെഫിനറ്റായിട്ടും നമുക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. ട്രൈഗ്ലിസറൈഡും ഒരു പരിധിക്കുള്ളായ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ട്രൈഗ്ലിസറൈഡ്, ഈ ലോ HDL കൊളസ്ട്രോളും നമ്മുടെ വെജിറ്റേറിയൻസ്, നമ്മുടെ ക്ഷത്രിയന്മാരിൽ ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരു ഇതാണ്, ഒരു ലിപ്പിഡ് പ്രൊഫൈലിലുള്ള വരുന്ന ഒരു അബ്നോർമാലിറ്റിയാണ്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം, ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് മീനിൻ്റെ എണ്ണയാണ്. നമുക്ക് ഫിഷ് കഴിച്ച് പരിചയമില്ലാത്തവർക്ക് ഫിഷ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വളരെ സങ്കടകരമായ കാര്യം. ആർക്കും ആ സ്മെല്ല് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിഷ് ഫാറ്റി ആസിഡിൻ്റെ ഗുളികകൾ കിട്ടും. ആ ഫിഷ് ഫാറ്റി ആസിഡ്സ് ഗുളികകൾ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നത് സൂക്ഷിക്കണം. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പലതും ഇതിനകത്തും മെർക്കുറി മുതലായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കാണോ ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ്, ഏറ്റവും നല്ല ഫിഷ് ഗുളികകൾ നിങ്ങൾക്ക് ആമസോൺ വഴി എത്തിക്കാവുന്നതാണ്. ഇതിനൊരു കാര്യമുണ്ട്, ഫിഷ് ഗുളിക എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സൺലൈറ്റിലേക്ക് ആ ഗുളിക എടുത്ത് നോക്കുക. വളരെ ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, സാധാരണ ലോക്കലിൽ കിട്ടുന്ന എല്ലാ ഫിഷ് ഗുളും പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തെ നാറ്റാണ്. പക്ഷേ അതെല്ലാം റാൻസിഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. നല്ല സാധനമാണെങ്കിൽ ഒരു മണവും ഉണ്ടാവില്ല. അങ്ങനത്തെ പുതിയ, പക്ഷേ ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി. അതൊരു നല്ല ഒരു എന്താ പറയുക, ഡയറ്റിൽ കൂടി ഈ ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. 2, നമ്മുടെ റൈസ് ഐറ്റംസ് ഉള്ളത് കുറയ്ക്കുക, പ്രോട്ടീൻസ് ആയിട്ടുള്ളത് കൂട്ടുക. പലപ്പോഴും നമ്മളുടെ ഈ തരത്തിലുള്ള ട്രൈഗ്ലിസറൈഡ് ഹൈ, ലോ കൊളസ്ട്രോൾ ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ യൂറിക് ആസിഡും ഹൈ ആയിരിക്കും. അതൊരു വലിയ തലവേദന. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് കഴിക്കാൻ പറ്റില്ല യൂറിക് ആസിഡ് ഹൈ ആയിരിക്കുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ ആയിരിക്കും ഈ ഇങ്ങനത്തെ ഒരു മെറ്റബോളിക് പ്രൊഫൈലിൽ. അപ്പോൾ ഈ മെറ്റബോളിക് പ്രൊഫൈൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ. എന്താ? ഡയറ്റ് ആൻഡ് എക്സസൈസ്. റെഡ്യൂസ് ദ കലോറിക് ഇൻടേക്ക്. കഴിയുന്നത്രയും രാത്രി ആഹാരം കഴിക്കില്ല, ഫാസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുക. ടേക്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, അറ്റ്ലീസ്റ്റ് 6 to 8 glasses ഓഫ് വാട്ടർ എവറി ഡേ, ആൻഡ് എക്സസൈസ് അഡിക്വേറ്റ്ലി. ഇതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം. വാട്ട് അബൌട്ട് ബ്ലഡ് പ്രഷർ? യെസ്, ഇവിടെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഈ പ്രമേഹ രോഗികളുടെ ഹൃദ്രോഗം വളരെ കൂടുതലാണ്, ശരിയാണ്. പക്ഷേ പല ഹൃദ്രോഗികൾക്കും ഏറ്റവും കൂടുതലായിട്ട് അവരുടെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത് ഹൈപ്പർ ടെൻഷനാണ് വൺ ഓഫ് ദ റീസൺസ്. പ്രഷർ പലപ്പോഴും നാം വളരെ കുഴപ്പമില്ല, അത് ശരിയായിക്കോളും, അത് കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് ചെയ്തപ്പോൾ 160 ആയിരുന്നു, ഇപ്രാവശ്യം ഇപ്പൊക്കെ ശരിയാ. അതൊരു ശരിയല്ല. നമ്മളുടെ പ്രഷർ നമ്മൾ അറിയാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രഷർ കൂടുന്നതനുസരിച്ച് നമ്മളുടെ പതുക്കെ പതുക്കെ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? പിന്നെയും പ്രഷർ കൂടുന്നു. പിന്നെ അതിനെ വിഷ്യസ് സൈക്കിൾ എന്ന് പറയും. അതായത് പതുക്കെ പതുക്കെ പ്രഷർ കൂടി വരും. എന്നിട്ട് ഈ പ്രഷർ കൂടാതെ എന്താ കുഴപ്പം? ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ കിഡ്നി മോശമാവും. മോശമായാൽ ഹൃദയത്തിൻ്റെ ഹൃദയാഘാതം ഉണ്ടാക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടായിട്ട് വരാം. അതാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെയോ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം പക്ഷാഘാതം. അത് വരാതിരിക്കണം. കാരണം പക്ഷാഘാതം കെട്ടി ഒരു ബെഡിൽ തളർന്നു കിടക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും കഷ്ടപ്പാട്, മരണമാണ് അഭികാമ്യം അതിലും. അപ്പോൾ അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം പോവാതിരിക്കണമെങ്കിൽ ബ്ലഡ് പ്രഷർ നല്ല കൺട്രോൾ വയ്ക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രഷർ ചെക്ക് ചെയ്യണം.
ഒരാളും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എൻ്റെ പ്രഷർ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇപ്പം നോർമലായി, പിന്നെ ഞാൻ മരുന്ന് നിർത്തി. എൻ്റെ പ്രഷർ ഇപ്പം നോർമലായി, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ പ്രഷർ നോർമലായി, ഞാൻ മരുന്ന് നിർത്തി. ഡോക്ടറെ കണ്ടോ, ഡോക്ടറെ കാണാറില്ല. അതെന്താ? അത് പ്രഷർ നോർമലായില്ലേ? അങ്ങനെയല്ല. നിങ്ങളുടെ പ്രഷർ നോർമലായത് മരുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പ്രഷർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് ഉപ്പൊക്കെ അത്യാവശ്യത്തിന് ഉപ്പ് കുറച്ച് വേണ്ട പോലെ എക്സസൈസ് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രഷർ കുറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാം. അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ വളരെ പതുക്കെ ഒരു ഫിസിഷ്യൻ്റെ അണ്ടർ സൂപ്പർവിഷൻ വേണം സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ മരുന്നുകൾ. അല്ലാതെ അവനോട് തോന്നിയ മാതിരി പെട്ടെന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് അനദർ റീബൗണ്ട്, പിന്നെയും പ്രഷർ കൂടാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാരാലിസിസ്, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് മുതലായവ നമുക്ക് ഉണ്ടായിരുന്നു വരാം. അതുകൊണ്ട് പ്രഷർ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നോ, ഞാൻ ഹൈപ്പോതൈറോയിഡിസത്തിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇൻക്രീസ്ഡ് കലോറിക് ഇൻടേക്കിനെ കുറിച്ച്. നമുക്ക് നല്ലൊരു സദ്യ ഉണ്ടെന്ന് ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ ഡയറ്റിങ്ങിലാണ്, എന്നാൽ ഞാൻ സദ്യ കഴിക്കണ്ടെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. നമ്മളുടെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ വിഷമമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് ഇന്നത്തെ ഒരു നല്ല ഫുഡ് കഴിച്ചാൽ അടുത്ത മീൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലേ? അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വളരെ ചെറുതാക്കാം. അപ്പോൾ മീലിൽ തന്നെ പല മീൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദർ ഈസ് നോ നീഡ് ടു ബി വറീഡ് അബൌട്ട് ഇത്. എനിക്ക് കഴിക്കാൻ പറ്റാതെ കഴിച്ചു പോയില്ല, നത്തിങ് ടു ബി വറീഡ് അബൌട്ട് ഇറ്റ്. ലാക്ക് ഓഫ് എക്സസൈസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൊറോണയാണെങ്കിൽ എന്താ, വീടിൻ്റെ ഉള്ളിൽ നടന്നുകൂടി? ഡെഫിനറ്റ് ആയിട്ടും നടക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് നടക്കാം, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടക്കാം, അവനവൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുത് ചെയ്യാം. അപ്പോൾ അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഫാമിലിയിൽ പലപ്പോഴും കുട്ടികൾ മുകളിലും അച്ഛനും അമ്മയും വേറൊരു റൂമിലും ആണെങ്കിൽ ഊണ് കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നതിന് വരും. ചിലപ്പോൾ SMS-ലോ വാട്സാപ്പിലോ ആയിരിക്കും ഊണ് കഴിക്കാറായോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. ദ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആർ ബ്രേക്കിംഗ് ഡൗൺ. ബിക്കോസ് എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദിസ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ കൂടുതലും തമ്പിനാണ് റോള്, നാക്കിന് റോളില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. കൂടുതലും തമ്പും 2 ഫിംഗറിനുമാണ് ഏറ്റവും കൂടുതൽ റോള്. ആ ഒരവസ്ഥ മാറണം. നാം സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓരോരോ പ്രോബ്ലംസും. നമ്മൾ സ്വയം കമ്മ്യൂണിക്കേഷൻ ലൈൻസ് നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ പല കാര്യങ്ങളും, എക്സാമ്പിൾ ഈ പോക്സോ കേസ് പോലുള്ള കേസുകൾ തന്നെ നമ്മൾ കാണുന്നതിൻ്റെ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സൈക്യാട്രിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ കാണുന്നത് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട് ബിറ്റ്വീൻ ദ ഫാമിലി മെമ്പേഴ്സ്. അച്ഛനോട് മകൾക്കോ മകനോ തുറന്ന് സംസാരിക്കാൻ പറ്റാതാവുക, അതേപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റായിക. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് ഒരു ഇമോഷണൽ വാക്വം അവിടെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നാം തുറന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക, അനാവശ്യമായി എല്ലാത്തിനെക്കുറിച്ചും ഒരു വീക്ഷണകോൺ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യാം. എങ്ങനെ? അച്ഛനൊന്ന് മരുന്ന് കഴിച്ചു, അച്ഛൻ ഈ കുറേ കാലമായല്ലോ BP ചെക്ക് ചെയ്തിട്ട്, ഒന്ന് BP ചെക്ക് ചെയ്തു, ലെറ്റ് us see what is your lipid profile ഒന്ന് കാണട്ടെ. ഇങ്ങനെ ഏതെങ്കിലും കുട്ടികൾ പറയുന്നുണ്ടോ? ഉണ്ട്. അമേരിക്കയിൽ ഇരിക്കുന്ന പിള്ളേർ, ഇവിടെയുള്ള പിള്ളേരാരും പറയില്ല. അമേരിക്കയിൽ എവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യം. ഇത് എൻ്റെ പേഷ്യൻസിൻ്റെ പ്രശ്നമാണ്. ഞാൻ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ പേഷ്യൻസിൻ്റെയാണ്. അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്ക് ഇന്ത്യയിലിരിക്കുന്ന പേരൻസിൻ്റെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ത്യയിലിരിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലത്തെ പേരൻസിനായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇത് രണ്ടും രണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് വയ്ക്കരുത്. ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ. സോ ഇമോഷണൽ സപ്പോർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. നോ പ്രഡിക്ഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇന്ത്യയും കേരളയും തമ്മിൽ എന്താ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം ഉള്ള സംസ്ഥാനം ഏതാ? ഒന്ന് കേരള, പിന്നെയോ ഗോവ. അപ്പോൾ ദാറ്റ് ഈസ് വൺ. പഞ്ചാബും ഉണ്ട് കുറച്ചൊക്കെ. എന്നാലും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന റൂറലും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും? ദർ ഈസ് നത്തിങ് കോൾഡ് റൂറൽ ഓർ അർബൻ, അല്ലെങ്കിൽ ഒരു ഗ്രാമം ഒരു നഗരം എന്നുള്ള വ്യത്യാസമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ മാംസഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ അനദർ തിങ്, അല്ലേ? മാംസഭക്ഷണം ഒരുപാട് കഴിക്കുക, നമ്മളതിനെക്കുറിച്ച് വരാം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ബൊഗല സ്റ്റഡിയുടെ, അതായത് കുട്ടികളുടെ വയസ്സ് നോക്കിയിട്ടല്ല, അതായത് എന്താ, കുട്ടികൾക്ക് ഇപ്പോൾ 20 വയസ്സുള്ള കുട്ടി, 20 അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 40 വയസ്സിലെ രോഗം വരരുത് എന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രിവെൻഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം 10 years onwards, not
30 ഇയേഴ്സിലോ 40 ഇയേഴ്സിലോ അയാൾ ഡയറ്റ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ 30 or 40 ഇയേഴ്സിൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്താൽ പോരാ. 10 ഇയേഴ്സ് തൊട്ട് ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യണം, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് വരാം. എന്താണ് വെജിറ്റേറിയൻസ്? പലപ്പോഴും അയ്യരും പട്ടന്മാരും നമ്മുടെ ജാതിക്കാരും നമ്പൂരിമാരും എല്ലാവരും വന്ന് പറയാറുണ്ട്, ഞങ്ങളൊക്കെ വെജിറ്റേറിയൻസ് ആണ്, ഞങ്ങൾക്ക് എങ്ങനെ ഈ രോഗം വന്നു? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് അത്ര നല്ല ജീൻസ് ഒന്നും ഉണ്ടായി കാണില്ല, നിങ്ങളുടെ കുടുംബത്തിലെ ജീൻസിൻ്റെ പ്രശ്നമായിരിക്കാം ഒരെണ്ണം. 2, വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ഒരേ ഒരു സാധനം ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഹാംഫുൾ ആണ്, ഹൃദ്രോഗത്തിന് ഏറ്റവും കൂടുതൽ ഉതകും എന്ന് കണ്ടുപിടിച്ചത് റെഡ് മീറ്റ് മാത്രമാണ്. മീറ്റ് കഴിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം, അവരുടെ ബോഡി ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും. എക്സ്പെഷ്യലി റെഡ് മീറ്റ്, ഇറ്റ് ഇൻക്രീസസ് ദ ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ കൂടുന്നതനുസരിച്ച് ഹൃദ്രോഗത്തിനെ ഇപ്പോൾ ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വിളിക്കണമെന്ന് സംശയിച്ചിരിക്കുക. ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു കുരു നിങ്ങളുടെ സ്കിന്നിൽ വരികയാണെങ്കിൽ അവിടെ ചുമപ്പുണ്ടാവും, വേദനയുണ്ടാവും, ചൂടുണ്ടാവും, പനി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ റൂബർ കാലർ അങ്ങനെ പല ഇതുണ്ടാവും. അതേപോലെ തന്നെ ഹൃദയത്തിന്റെ രക്തധമനിയുടെ ഉള്ളിൽ ചൂടായ എങ്ങനെ ഇരിക്കും? പ്ലാക്കുകൾ. അതാണ് ഹൃദ്രോഗത്തിലും സംഭവിക്കുന്നത്. അപ്പൊ ഇത് പ്ലാക്ക് ചൂടാവാൻ കാരണം എന്താ? വെരി ഹൈ എമൗണ്ട് ഓഫ് മീറ്റ് കൺസംഷൻ. ഡെഫിനറ്റ്ലി യെസ്. ഇഫ് യു കൺസ്യൂം മീറ്റ് ടു മച്ച്, ആവശ്യത്തിൽ കൂടുതൽ മീറ്റ് കഴിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അല്ലാതെ സയൻസിൽ ഒരു സ്ഥലത്തും നമ്മൾ കണ്ടിട്ടില്ല, അതായത് ഒരു വെജിറ്റേറിയൻ ഡയറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ രോഗം ഉണ്ടാവുന്നില്ല. പക്ഷേ റെഡ് മീറ്റ് ഡെഫിനറ്റ്ലി യെസ്. എന്താണ് റെഡ് മീറ്റ്? എനിത്തിങ് അതർ ദാൻ വൈറ്റ് മീറ്റ്. വൈറ്റ് മീറ്റ് എന്ന് പറയുന്നത് ചിക്കൻ വരെയേ ഉള്ളൂ. ചിക്കൻ ആൻഡ് ഫിഷ് ഈസ് വൈറ്റ് മീറ്റ്, റെസ്റ്റ് എവറിത്തിങ് ഈസ് റെഡ് മീറ്റ്. റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ, എക്സാമ്പിൾ 200 ഗ്രാമിൽ കൂടുതൽ റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ കോളനിക് ക്യാൻസർ, എനിക്ക് എന്നെക്കാളും ഭംഗിയായിട്ട് സുധീരൻ ചേട്ടൻ അറിയാതെ, കോളനിൽ ക്യാൻസർ വരാം, അതായത് നമ്മുടെ വൻകുടലിൽ രോഗം, അതോടൊപ്പം തന്നെ ഹൃദ്രോഗം മുതലായവ വരാൻ സാധിക്കും. പിന്നെന്താ, ഇന്ന് ലോകം മുഴുവൻ വെജിറ്റേറിയൻസിന് കൂടുതൽ എന്താ, പണ്ടൊക്കെ US പോകുമ്പോൾ ഒരു വെജിറ്റേറിയൻ കിട്ടാൻ കിടന്ന് കഷ്ടപ്പെടും, അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത്. ഇന്ന് വെജിറ്റേറിയൻസിന്റെ അക്സെപ്റ്റൻസ് കൂടിക്കൂടി വരികയാണ്. ദ റീസൺസ് എന്താ? Because Mediterranean diet, they found out when they use more vegetables as well as more amount of olives, more amount of fruits ഉപയോഗിക്കുന്ന സമയത്ത് ഹൃദ്രോഗം കുറഞ്ഞു വരുന്നു, അവരുടെ ബോഡി കുറച്ചും കൂടി തണുക്കുകയും ഇൻഫ്ലമേഷനും കുറയുന്നു. ഇത് തന്നെയല്ലേ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നതും? അതുകൊണ്ടാണോ നമ്മൾ വെജിറ്റേറിയൻ ആയത്? അല്ല. വെജിറ്റേറിയൻ ആയത് സാത്വിക ഗുണം കൂടണം, ശരിയാണ്. സത്ത് ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാൻ നമ്മുടെ സ്പിരിച്വൽ ജേർണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റേറിയൻസ്. എന്തുകൊണ്ട്? നമ്മുടെ ആഹാരത്തിന് വേണ്ടി ഒരു ചെറിയ ജീവിയെ പോലും കൊന്ന് ഭക്ഷിച്ച് നമുക്ക് ആഹാരം വേണ്ട എന്ന് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം. പക്ഷെ അതുമാത്രം പോരാ, ത്രിഗുണാസിലെ രജോ ഗുണവും തമോ ഗുണവും പോകണമെങ്കിൽ ഇന്ന് എല്ലാവരും തമോ ഗുണമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. ഫ്രിഡ്ജ് കണ്ടുപിടിച്ച അന്ന് മുതൽക്ക് എനിക്ക് തോന്നുന്നില്ല ഒരാളും സാത്വികന്മാരാണെന്ന്, എല്ലാവരും തമോ ഗുണമുള്ളവരാണ്. കാരണം ഫ്രിഡ്ജിലത്തെ ഭക്ഷണം അല്ലാണ്ട് വേറൊന്നും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ അമ്മാണിമാൻ മാത്രമേ ശരിക്കും സാത്വിക ഗുണമുള്ളത്, അപ്പപ്പ ചൂടുള്ളത് കഴിക്കാൻ കിട്ടുന്ന ഭാഗം. അന്ന് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ. ഇന്ന് ഫ്രിഡ്ജ് വന്നതോടുകൂടി ഒരു തരത്തിലുള്ള സാത്വിക ഗുണമുള്ള ഫുഡും കിട്ടാൻ വകുപ്പില്ല എന്നുള്ളതാണ് സത്യം. സോ രജോ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് എരിവും പുളിയുള്ള ഭക്ഷണം. അപ്പോൾ സാത്വികനാണ് ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ രജോ ഗുണങ്ങളും നമ്മുടെ ഫുഡിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാത്വിക ഗുണങ്ങൾ ഉള്ള ഫുഡ് കഴിക്കണം, കൂടുതൽ രജോ ഗുണങ്ങൾ. എന്തുകൊണ്ടാണ്? രജോ ഗുണം എന്ന് കഴിയുമ്പോഴത്തേക്ക് അസിഡിറ്റി കൂടും, നമുക്കുള്ള വികാരങ്ങൾ കൂടും, വിവേകം കുറയും. ഇതൊക്കെയാണ് രജോ ഗുണങ്ങളുള്ള ഫുഡിൻ്റെ ഇത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഭംഗിയായിട്ട് വേറെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞുകൊണ്ട് വായിക്കുമ്പോൾ മനസ്സിലാവാം. സോ വെജിറ്റേറിയൻസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുള്ളാണ്. പക്ഷെ അതിൻ്റെ കൂടെ സയൻസ് പറയുന്നത് ഫിഷ് ഷുഡ് ബി ടേക്കൺ അറ്റ്ലീസ്റ്റ് 2 to 3 ഫാറ്റി ഫിഷ് പെർ വീക്ക്. ഫാറ്റി ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയില, മത്തി, ചാള, ചൂര, ഇതൊന്നും നമ്മുടെ സഭാംഗങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ചെറുപ്പത്തിലേ കഴിച്ച് ശീലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഫിഷ് വളരെ നല്ലതാണ്. എന്തിന്? ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ള വ്യക്തികൾക്ക്. അതുകൊണ്ടാണ് ഞാൻ മീനെണ്ണയെക്കുറിച്ച് പറഞ്ഞത്. മീനെണ്ണയെക്കുറിച്ച് പറയാൻ കാരണം അതുകൊണ്ടാണ്. മീനെണ്ണ 1-2 ക്യാപ്സ്യൂൾസ് പെർ ഡേ, അല്ലെങ്കിൽ 1-2 ഒരു ക്യാപ്സ്യൂൾ പെർ ഡേ കഴിക്കുകയാണെങ്കിൽ ഇനഫ്, ആവശ്യത്തിൽ കൂടുതലായി. പക്ഷേ നല്ല മീനെണ്ണയുടെ ക്യാപ്സ്യൂൾ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് വളരെ കോസ്റ്റ്ലിയാണ്, അതിൻ്റെ അഫോർഡബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മീറ്റിന് കുറച്ചും കൂടി വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാരക്ടർ ബിൽഡിങ്ങിന് കൂടുതൽ അവസരം വരും.
നമ്മളുടെ വികാര വിക്ഷോഭങ്ങൾ. എൻ്റെ ഇപ്പോൾ പല പേഷ്യൻസും നോൺ വെജിറ്റേറിയൻ നിന്ന് വെജിറ്റേറിയൻ ആവുന്നത് ഞാൻ ചോദിക്കാറുണ്ട് അവരോട്, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പലപ്പോഴും പേഷ്യൻസ് പറയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. എനിക്കിപ്പം മീറ്റ് കഴിക്കാൻ തോന്നുന്നില്ല ഡോക്ടർ. എന്താ കാരണം? ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, മലബന്ധം എനിക്കില്ല, എനിക്ക് പഴയതിനും വളരെ ഒരു സമാധാനം മനസ്സിനും ശരീരത്തിനും ഉണ്ട്. സോ വെജിറ്റേറിയൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനപ്പോൾ പലപ്പോഴും ഞാൻ ഫിഷ് കഴിക്കുന്നതിന് എതിർക്കാറില്ല, ഞാൻ ഫിഷ് കഴിച്ചോളാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും റെഡ് മീറ്റ് കഴിക്കുന്നതിന് വളരെയധികം എതിരാണ്. ആൻഡ് ഫിലോസഫി ആൻഡ് സയൻസ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും, എക്സാമ്പിൾ യോഗയുടെ കാര്യത്തിലാണെങ്കിലും പ്രാണായാമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഡയറക്റ്റ്ലി പല സ്ഥലത്തും ഫിലോസഫിയും സയൻസും അതോടൊപ്പം പല കാര്യങ്ങളും ആയിക്കോട്ടെ ഈച്ച് അതർ. പക്ഷെ ഒരിക്കലും ഇത് സയന്റിഫിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒന്നും തന്നെ ഇല്ല. നൗ ജീൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജീൻസിനെ നമ്മൾ കാണിക്കേണ്ട എന്താ? സീഡ്സ് ആൻഡ് എൻവയോൺമെന്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ അല്ലേ? അപ്പൊ ഈ ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് ജീൻസിന്റെ പ്രശ്നങ്ങൾ ഓഗ്മെന്റ് ചെയ്യും അല്ലേ? ദിസ് വിൽ ആംപ്ലിഫിക്കേഷൻ ആവും. ആ സമയത്ത് നമ്മൾ നല്ല എൻവയോൺമെന്റ് കൊടുക്കുകയാണെങ്കിലോ അതിന്റെ എഫക്റ്റ് കുറയും. അതുകൊണ്ടാണ് മാരേജ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഇന്നത്തെ കാലത്ത് ആരും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാത്തത്. എന്തുകൊണ്ട്? മാരേജ് വിത്തിൻ ദ സെയിം കമ്മ്യൂണിറ്റി പ്രോസസ് റിസസീവ് ആയിട്ടുള്ള ചില ജീൻസ്, ചീത്ത ജീൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കുളത്തിലുള്ളവരും മൂടിക്കിടക്കായിരിക്കും. പക്ഷേ ഈ മാരേജ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി വരുമ്പോൾ ഈ ജീൻസ് ഒക്കെ പതുക്കെ പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങും. സോ ദിസ് വിൽ കോസ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രകടനം, ജീവിതത്തിലേക്കുള്ള ഫിസിയോളജി. അത് എന്താ പറയുക, നമ്മൾ പറയുകയാണെങ്കിൽ അത് ജീവിതത്തിലേക്ക് മോർഫോളജിക്കലി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അബ്നോർമാലിറ്റീസ്, രോഗാവസ്ഥ ഈ ഫോൾട്ടി ജീൻസ് കൊണ്ടുവരും. അതുകൊണ്ടാണ് മാരേജ് ഷുഡ് ബി ഒരേ കമ്മ്യൂണിറ്റിയിൽ ഒരേ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞ തെറ്റാണ്, ഒരേ കുടുംബം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ക്രോസ് ബ്രീഡിങ് വരുമ്പോൾ എന്ത് വരും? കൂടുതൽ ഡിഫറെന്റ്. എക്സാമ്പിൾ, ഈ കോവിലകത്തിന് വരും വേറൊരു കോവിലകത്തു നിന്ന് കല്യാണം കഴിക്കുക, അങ്ങനെ ഡിഫറെന്റ് കോവിലകങ്ങൾ തമ്മിൽ ഒരു ഇത് വരുമ്പോൾ, ഇൻട്രാക്ഷൻ വരുമ്പോൾ എന്താ? ക്രോസ് ബ്രീഡിങ് ഉണ്ടാവും. അപ്പൊ എന്താണ്? ഈ ജനറ്റിക് പൂള് ഡയല്യൂട്ടഡ് ആവും. റിസസീവ് ആയിട്ടുള്ള പല സ്ഥലത്തെയും ചീത്ത ജീൻസ് ഒക്കെ പോയി തുടങ്ങും, എന്നിട്ട് നല്ല ജീൻസ് വരാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെ നമുക്കത് നമ്മുടെ ഡിസീസിനെ മോഡിഫൈ ചെയ്യാം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? മെഷർ യുവർ വൈറ്റൽസ്. നമ്മുടെ വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഈ വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് അല്ലേ? വൺ ഈസ് അവർ ബോഡി വെയിറ്റ്, നെക്സ്റ്റ് ഈസ് അവർ പൾസ് റേറ്റ്, പിന്നെയോ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, ടെമ്പറേച്ചർ, ഇതെല്ലാമാണ് നമ്മുടെ വൈറ്റൽ. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൾസ് റേറ്റും ബ്ലഡ് പ്രഷറും വെയിറ്റും നമുക്ക് എടുക്കാം. ഈ വൈറ്റൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നോക്കുക നമ്മളുടെ വൈറ്റൽസ് കറക്റ്റ് ആയിട്ടുള്ള തന്നെയാണോ? അല്ല എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കലോറി റിഡക്ഷൻ. സെക്കൻഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി വെറുതെ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഭക്ഷണത്തിന്റെ കലോറിയുടെ ടേബിൾ കിട്ടും. എഴുതി കൂട്ടി നോക്കുക എത്ര ഞാൻ കഴിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളൊരു ആവറേജ് നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് BMR എന്ന് പറയും. അതായത് ഒരാൾക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എത്ര എനർജി വേണം, അയാളൊരു സെഡൻറ്ററി അല്ല കുറച്ചും കൂടി ആക്റ്റീവ് ആണെങ്കിൽ എത്ര വേണം, അത് നമുക്ക് അതും കിട്ടും. അത് തമ്മിൽ നമ്മുടെ ഈ എനർജി മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുക. പിന്നെന്താ നോക്കേണ്ടത്? സ്റ്റെപ്സ്. നമ്മൾ എത്ര സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ട്? ഒരു സാധാരണ മനുഷ്യൻ മിനിമം 5000 തൊട്ട് 6000 വയ്ക്കണം സ്റ്റെപ്സ്. എക്സസൈസ് ആണെങ്കിലോ അപ് ടു 10,000. സോ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു ഹെവി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മോർ ദാൻ 10,000 സ്റ്റെപ്സ് ഉണ്ടാവും. ഇന്ന് വി ഹാവ് ഗോട്ട് സ്മാർട്ട് വാച്ച്. സോ ഈസി ലൈഫ് ഈസ്. എല്ലാ ദിവസവും നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ സിറ്റുവേഷൻ. പിന്നെയോ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഒരിക്കലൊക്കെ നോക്കുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാ? ഭക്തി ഇല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ശരീരത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ വെൽബീയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് അല്ലേ? അപ്പോൾ ഇമോഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനും അത് പഠിക്കുക. പിന്നെയോ നർച്ചർ ഹോബീസ് അല്ലേ? നമുക്ക് പലർക്കും പല ഹോബികൾ ഉണ്ടാവും. അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് പലപ്പോൾ നമ്മുടെ ഈ ഗ്രോത്തിന്റെ പാതയിൽ, അതായത് നമ്മൾ വലുതായി വരുന്ന സമയത്ത് പലതും ഉപേക്ഷിക്കും. അതൊക്കെ തിരിച്ചെടുക്കുക. അതൊക്കെ ലൈഫിൽ ഇമ്പോർട്ടൻസും അതിനൊക്കെ ഒരു ജീവിതത്തിനോടൊരു സ്നേഹവും നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്വയം അവനവൻ്റെ രോഗത്തിനെ കുറിച്ച് പഠിക്കുക. എന്താ അവൻ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംശയം വരികയാണെങ്കിലോ നമ്മൾ നമ്മുടെ ഫാമിലി ഫിസിഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യണം.
പിന്നെ നോക്കേണ്ടത് ആം ഐ കംപ്ലൈൻ ടു ദ മെഡിസിൻസ്. ഈ മെഡിസിൻ കാരണം എനിക്ക് എന്തെല്ലാം അഡ്വേഴ്സ് എഫക്ട്സ് വരുന്നുണ്ട്. ഈ മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. ഓൾവേസ് യു ഷുഡ് എന്താ പറയുക, ക്ലിയർ യുവർ ഡൗട്ട്സ് വിത്ത് ദ ഫിസിഷ്യൻ. നിങ്ങളുടെ ഫിസിഷ്യൻ ആരാണോ, നിങ്ങളെ ആരാണോ ഡോക്ടർ നോക്കുന്നത്, അവരുമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എപ്പോഴും ചെയ്യുക. ആൻഡ് ബിലീവ് ഇൻ, വിശ്വാസം ഇല്ലാണ്ട് ഒരു സാധനവും ശരിയാവില്ല എന്നുണ്ട്. നമ്മൾ ആ ബിലീവ് ചെയ്യണം എന്തിനെങ്കിലും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിസീസ്. പിന്നെയോ ചിലർ ചോദിക്കുക, ആ ഡോക്ടർ ഒന്ന് വിചാരിക്കും. രണ്ടാമതൊരു കാര്യം, ഡോക്ടർ ഒന്നും വിചാരിക്കില്ല. ഇപ്പോഴുള്ള ഡോക്ടർമാർക്കൊക്കെ സന്തോഷമാണ്, എത്ര വേണമെങ്കിൽ ചോദിച്ചോളൂ, കേസ് കൊടുക്കാണ്ടിരുന്നാൽ എന്നേ പറയുള്ളൂ. ബട്ട് ടേക്ക് സെക്കൻഡ് ഒപ്പീനിയൻസ്. ആവശ്യമുണ്ടെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. അത് ഡോക്ടറുമായിട്ട് സംസാരിക്കാം. ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിൽ ഡോക്ടർക്ക് വിരോധമുണ്ടോ? ഒരുവിധം നല്ലൊരു ഡോക്ടറാണെങ്കിൽ പറയും, ഡെഫിനറ്റ്ലി യു ടേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ. എനിക്ക് ഈ രോഗമൊന്നും ഞാൻ എടുക്കില്ല, പിന്നെ താങ്കൾ എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? യു ടേക്ക് ഇറ്റ് എന്ന് പറയും ഡെഫിനറ്റ്ലി. സോ ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഫസ്റ്റ് ആൻഡ് തിങ്, ഡ്രഗ് കംപ്ലൈൻസ്. എന്താ, പല ആൾക്കാരും ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യും. 1 ലക്ഷം രൂപയുടെ 2.5 ലക്ഷം രൂപയുടെ സ്റ്റെൻഡൊക്കെ ഇട്ടിട്ട് മരുന്നൊക്കെ നിർത്തി. അതെന്താ? അല്ല, 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു, ഞാൻ നിർത്തി. പിന്നെ എന്തിനാ അതൊക്കെ ചെയ്ത്? ഈ മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെൻറ്റുകളെല്ലാം അടയും, പിന്നെ ഒരു കാര്യവുമില്ല. സോ ലൈഫ് ലോങ് യു ഹാവ് ടു ബി ഓൺ മെഡിക്കേഷൻ. സോ അതുകൊണ്ട് കംപ്ലൈൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രഗ് തെറാപ്പി നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പിന്നെ പലരും പറയണം, ഞാൻ യോഗയൊക്കെ ചെയ്യേണ്ട, മരുന്നൊന്നും കഴിക്കാറില്ല. യോഗ ഈസ് നോട്ട് ഹോളി ഗ്രെയിൽ. യോഗ കൊണ്ട് നിങ്ങളുടെ ഡിസീസ് ഒന്നും മാറാൻ പോകുന്നില്ല. യോഗ വിൽ ഗിവ് യു എ സ്പിരിച്വൽ വെൽബീയിങ്, എ ഫിസിക്കൽ വെൽബീയിങ്, ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഫ്ലെക്സിബിലിറ്റി. ദാറ്റ്സ് ഓൾ, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഡയറ്റിൽ നമ്മൾ കുറേ മിസ്കൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി കൂടുതലായിട്ടുള്ള നമുക്ക് അന്യോന്യം സംവദിക്കുന്ന സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാം. ആൻഡ് ഇമ്പോർട്ടൻസ് എന്താ, നമ്മൾ ഇയർലി വാല്യുവേഷൻ ആവശ്യമാണ് അല്ലേ? പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ലിപ്പിഡ്സ്, ഇതെല്ലാം നമ്മൾ ഇയർലി, നിങ്ങൾക്ക് രോഗമൊന്നുമില്ലെങ്കിൽ ഇയർലി ഇതൊക്കെ നോക്കണം. പ്രമേഹം ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇയർലി ഒന്ന് ചെക്ക് ചെയ്യാം. ഇഫ് യു ഹാവ് എനി ഓഫ് ദീസ് തിങ്സ്, വാട്ട് വിൽ ഐ ഡു? യു ഹാവ് ടു ചെക്ക് ഇറ്റ് എവറി 3 months. അല്ലെങ്കിൽ എല്ലാ മാസവും നോക്കേണ്ടി വരും നിങ്ങളുടെ ഷുഗർ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. വാട്ട് അബൌട്ട് ഇഫ് എനിക്ക് രോഗമൊന്നുമില്ല, ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല, 5 കൊല്ലത്തിനൊരിക്കൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 or 2 years ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യും. പിന്നെ വാട്ട് ഓഫ് CT കൊറോണറി കാൽസ്യം. ഇത് മരുന്ന് കഴിക്കാനായിട്ട് ചില ആൾക്കാർ പറയും, എൻ്റെ കൊളസ്ട്രോളൊക്കെ കൂടുതലാണെങ്കിലും എനിക്ക് മരുന്ന് വേണ്ട ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ പറയും, നിങ്ങളൊരു CT കൊറോണറി കാൽസ്യം നോക്കും. നിങ്ങളുടെ CT സ്കാനിൽ കൊറോണറി രക്തധമനിയുടെ ഉള്ളിൽ കാൽസ്യം ഡിപ്പോസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് CT കൊറോണറി കാൽസ്യം. സോ ദാറ്റ് ഇനിയുള്ള ആൾക്കാരെല്ലാവരും പലരും ഈ ലിപ്പിഡ് പ്രൊഫൈല് പറഞ്ഞേക്കാം. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു നട്ഷലായിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇത്രയും കുറച്ച് സ്ലൈഡ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്രയും നമുക്ക് ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എത്ര കൂടുതൽ ഞാൻ വർത്തമാനം പറയുന്നു അത്രയധികം തന്നെ അറ്റൻഷൻ എല്ലാവരുടെയും പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ബോറടിപ്പിച്ച് കൊന്നിട്ടുണ്ടല്ലേ? വളരെയധികം അറിവുകൾ പറഞ്ഞു നന്ദിയുണ്ട്. ആർക്കെങ്കിലുമൊക്കെ സംശയം അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സാർ. ചോദിച്ചോളൂ. ഓക്കെ സാർ, എന്റെ സംശയം എന്താന്ന് വെച്ചാല്, നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ് ഞാൻ ചോറ് കുറച്ചു, പക്ഷെ അതിന് പകരം ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പം അത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ? അതേപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ്, നമ്മള് പപ്പടം വറക്കുന്ന സമയത്ത് വറുത്ത സാധനങ്ങള് നമ്മൾ കൂടുതലും സൺഫ്ലവർ ഓയിലിൽ ചെയ്യുവാണെങ്കിൽ അത് ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിന് ഒരു കുറവാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് അത് അത്ര പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? സൺഫ്ലവർ ഓയിലിൽ വറക്കണ പപ്പടത്തിനേക്കാളും സ്വാദ് വെളിച്ചെണ്ണയിൽ വറുത്താവും, ഒരു സംശയമില്ല. അത് തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ ആയിട്ട് തോന്നുന്നു. സൺഫ്ലവർ ഓയിലിന്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുള്ള ഇത് അമേരിക്കൻ ഒരു ലോബിയുടെ പരിപാടിയാണ്. സൺഫ്ലവറിൽ omega-3 ഫാറ്റി ആസിഡ്സ് അധികമൊന്നും ഇല്ല. മെയിൻലി omega-6 ഫാറ്റി ആസിഡ്സ് ആണ്, വിച്ച് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ. ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ കുട്ടി? കേൾക്കുന്നുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ഫൗണ്ട് ടു ബി വെരി യൂസ്ഫുൾ. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ഈറ്റ് ഫ്ലാക്സ് സീഡ്സ്. വെജിറ്റബിൾസ് ആണെങ്കിൽ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുക.
ഓക്കെ. ഫ്ലാക്സ് സീഡ്സ് നിങ്ങൾക്ക് ചപ്പാത്തിയിലേക്ക് ഇടാം, കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ഇടാം, ഫ്ലാക്സ് സീഡ്സ് കേട്ടോ. പിന്നെ 2, ഏറ്റവും നല്ല എണ്ണ ഏതാണ് വറക്കാൻ എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലിനെ തോപ്പിക്കാൻ ഒരു എണ്ണയും ഇല്ല വറക്കണ കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. സോ ഫസ്റ്റ് എനിക്ക് എല്ലാം കോക്കനട്ട് ഓയിലിൽ വറക്കണതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നന്നായിട്ട് വറക്കണോ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കും. ഓക്കെ. നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് സൺഫ്ലവർ ഓയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഉപയോഗിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും ബെറ്റർ കനോല ഓയിൽ, കോൺ ഓയിൽ, അതല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ. അപ്പം നമുക്ക് ഓരോ ഓയിലിനെയും നമുക്ക് മോണോപ്ലൈസ് ചെയ്യേണ്ട, പല ഓയിൽ വാങ്ങിക്കുക. പിന്നെ ടേബിൾ സ്പൂണിൽ എടുക്കുന്നതിന് പകരം ടീസ്പൂണിലേക്ക് മാറ്റുക. ഇന്ന ഓയിൽ എടുക്കണമെന്നൊന്നുമില്ല. യു ക്യാൻ യൂസ് ഡിഫറെന്റ് ഓയിൽ ഫോർ ഡിഫറെന്റ് തിങ്സ്. എക്സാമ്പിൾ, നിങ്ങൾ സാലഡ് ഡ്രസ്സിങ്ങിന് ഏത് ഓയിൽ എടുക്കും? ഒലിവ് ഓയിൽ എടുക്കണം. സാലഡ് ഡ്രസ്സിങ്ങിന് നിങ്ങൾ കൊണ്ടുവന്ന് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. സാലഡ് ഡ്രസ്സിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതൽ ഒലിവ് ഓയിലാണ്, അപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കണം. പക്ഷെ ആ ഒലിവ് ഓയിൽ പപ്പടം വറക്കാമെന്ന് വെച്ചാൽ നോ. 2, പലപ്പോഴും പണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ, പപ്പടം കാഴ്ച വെളിച്ചെണ്ണ കളയാൻ അമ്മ സമ്മതിക്കില്ല. അമ്മ അത് അവിയലിൻ്റെ മുകളിൽ ഒഴിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിർത്ത് മെഴുകുവരട്ടി ഉണ്ടാക്കാൻ നോക്കും. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? വെൻ യു ആർ ബോയിലിംഗ് ദ ഓയിൽ again and again, the quality of the oil deteriorates. 1. പിന്നെയോ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് ടോട്ടലി ചേഞ്ച് ആവും. സോ നിങ്ങൾ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും മതിയാക്കുക, ഒരു പരിപാടി മതിയെന്ന് വയ്ക്കുക. പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ തൽക്കാലം കളഞ്ഞേക്കുക. അത് പിന്നെ ഇനി അടുത്ത പരിപാടിക്കും കൂടി ഉപയോഗിക്കാം, വേറൊന്നിനും കൂടി വറക്കാം എന്നുള്ള പരിപാടി മനസ്സിൽ നിന്ന് കളയുക. ക്ലിയർ? ഞാൻ ചോറുണ്ടല്ലോ, അതിന് ഒരു 10 ചപ്പാത്തി എന്നേക്കാന്ന് വെച്ച സംഭവമൊക്കെ തോന്നുന്നു. പിന്നെ ചപ്പാത്തി പറഞ്ഞിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. പറയാം. സോ പണ്ട് ചപ്പാത്തി ആയിരുന്നു കുറച്ച് കുറയ്ക്കാൻ വേണ്ടി കാലറിക് റിക്വയർമെന്റ് അറിയണം. കാലറിക് റിക്വയർമെന്റ് അറിയാണ്ട് നമ്മൾ ചപ്പാത്തി കഴിച്ചു പോകുന്നത് വ്യത്യാസമൊന്നും ആയില്ല. പിന്നെ നമ്മൾ പ്രോട്ടീൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ചും കൂടി സ്റ്റാർച്ച് കൂടുതലായിരിക്കും. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യുള്ളൂ, ചുമന്ന അരി ഉപയോഗിക്കുക കൂടുതലും. ഓക്കെ, ഡയബറ്റിക് ആയിട്ടുള്ള ആൾ പച്ചരി ഉപയോഗിക്കരുത്. 1 ഇമ്പോർട്ടൻറ്റ് തിങ്, ചുമന്ന അരി ഉപയോഗിക്കുക. 2 പ്രാവശ്യം വാർക്കുക. വെരി സിമ്പിൾ. 2 ടൈംസ് വാർക്കുക. 2 ടൈംസ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന സ്റ്റാർച്ച് മുഴുവൻ പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല ചോറിന്. ഒരു കാര്യം കൂടി, ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. അപ്പോ ഞങ്ങളുടെ അടുത്ത് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുന്ന ചില വോക്കൽ ഫുൾ പാൽസി കേസസിൽ ഞങ്ങൾക്ക് എക്സസൈസസ് ചെയ്യേണ്ടി വരും. ബ്രിങ് ദം ടു മിഡ്നൈറ്റ്. അപ്പോ പൊതുവെ ഞങ്ങൾക്ക് തിയററ്റിക്കലി പറയാറില്ല, പക്ഷെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഞങ്ങളുടെ സീനിയേഴ്സ് പറയാറുണ്ട് ഒരു കാർഡിയോ കൺസൾട്ടേഷൻ നല്ലതായിരിക്കും. അത് വേണം എന്ന് തോന്നുന്നുണ്ട്. കാരണം കുറച്ചൊരു മീഡിയലൈസേഷൻ പ്രഷർ എക്സസൈസ് ആണ് ഞങ്ങൾ ചെയ്യാറ്. അല്ല, അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തുള്ള എക്സസൈസ് ആവുമ്പം ഏജ് കൺസിഡർ ചെയ്യുമ്പം ഒരു കാർഡിയോ കൺസൾട്ടേഷൻ ചെയ്യുന്നത് നന്നായിരിക്കുമോ എന്നുള്ളതാണ്. ഏജും എക്സസൈസും തമ്മിൽ ഡിപ്പെൻഡിങ് ആവണം ഒന്നുമില്ല. ഒരു പണിയെടുക്കാത്തവന് ഏത് ഏജിലായാലും ഹി ഈസ് ഗോയിങ് ടു ഹാവ് എ പ്രോബ്ലം അല്ലേ? സോ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. നോർമലായിട്ട് വർക്കിംഗ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നനുസരിച്ചാണ് എല്ലാം. എക്സാമ്പിൾ, ഞങ്ങളൊരു സർജിക്കൽ ഫിറ്റ്നസ് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇഫ് യു ക്യാൻ ക്ലൈം 2 floors വിതൗട്ട് എനി പ്രോബ്ലം, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് 2 floor കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഫിറ്റ്. വെരി സിമ്പിൾ. ഇഫ് യു ആർ ഏബിൾ ടു ക്ലൈം 1 floor യു ആർ ഓക്കെ. അപ്പൊ മോഡറേറ്റ് ആയിട്ടുള്ളവരെ പറ്റുള്ളൂ. മൈൽഡ് മോഡറേറ്റ് പറ്റും. മോഡറേറ്റിന് മുകളിൽ പോകരുത്. മോർ ദാൻ 2 floors യു ക്യാൻ ഡു. മോർ ദാൻ 3 floors യു ക്യാൻ ഡു. വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ്. ഹാർട്ട് ഫെയിലിയർ ഉള്ള ആളുകൾ എന്തായിരിക്കുക, 6 minutes നിങ്ങൾക്ക് എത്ര ദൂരം നടക്കാൻ പറ്റും. 6 minutes എത്ര ദൂരം നടക്കാൻ പറ്റുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക വെദർ ഹി ഈസ് ഗോയിങ് ടു ബി അഫക്റ്റഡ് ബൈ സിമ്പിൾ എക്സസൈസസ് ഓർ എന്താ ചെയ്യേണ്ടത്. മനസ്സിലായോ? സർ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. സർ, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു നേരത്തെ ഡിന്നർ കഴിക്കുന്ന ആള്, ഞാനിപ്പോ 6 മണിക്ക് മുമ്പ് എന്റെ ഡിന്നർ കഴിക്കുന്ന ആളാണ്. ഞാനൊരു 5:30 to 7 യോഗ ചെയ്യുന്ന ആളുമാണ്. അപ്പം എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർമീഡിയന്റ് എക്സസൈസ് എന്ന് പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഏതൊക്കെ ഡ്യൂറേഷൻ ആണ്? സമ്മതിച്ചു. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയാണ് കുട്ടി.
രാവിലത്തെ അല്ല. ഓക്കെ ഫൈൻ. ഒരു 16 hours ഓഫ് ഫാസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ വൈകുന്നേരത്തെ ഒരു ചെറിയ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും 16 മണിക്കൂറായില്ലേ? പിന്നെ രാത്രി ഇതിന്റെ പോളിസി എന്താ? when you are going to sleep you don't require much food, you are not going to do anything അല്ലേ? നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എനർജി അനാവശ്യമായിട്ട് വലിച്ചു കയറിയിട്ട് കാര്യമില്ല. പക്ഷെ രാവിലത്തെ അങ്ങനെയല്ല, യു റിക്വയർ ഫുഡ് അല്ലേ? നമ്മളുടെ കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഫുഡ് ആവശ്യമാണ്. അപ്പൊ രാവിലെ ആഹാരം കഴിക്കണം. ഓക്കെ ഫൈൻ. ഓക്കെ ശരി, താങ്ക് യു. നമസ്തേ മനു. മനു, എനിക്ക് 2 ചോദ്യമുണ്ട്. ഒന്ന്, ഈ ഫിഷ് ഓയിൽ ടാബ്ലറ്റിനെ ക്യാപ്സൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 7 C's സ്യൂട്ടബിൾ ആണോ? കോഡ് ലിവർ ഓയിൽ. അതെ അതെ അതെ, സ്യൂട്ടബിൾ ആണ്. പക്ഷെ അത് മാത്രമല്ല, വേറെ ഇപ്പൊ എക്സാമ്പിൾ കുറെ ടൈപ്പ് ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതെ മനു, എനിക്ക് തോന്നുന്നു ഹൈ ഗ്രേഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിരിക്കും കുറച്ചുകൂടെ പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി രണ്ടാമതൊരു ചോദ്യം, നല്ലെണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിൽ എന്താണ്? ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ നിർത്താം. ജീനിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞ ഒരു ചോദിച്ച ചോദ്യമാണ്. അത് ഞാൻ ഉത്തരം കൊടുത്തില്ല. എനിക്ക് തോന്നിയ ഉത്തരം ശരിയാണോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഉത്തരം. ചോദിച്ച ചോദ്യം, മനു പറഞ്ഞു നമ്മള് ഇപ്പൊ അമ്മാവന്റെ മകന് അങ്ങനെ ഒരു നമ്മളെ അമ്മാവന്റെ സഹോദരിയുടെ മക്കള് തമ്മിൽ വിവാഹം കഴിക്കരുത് ഒരു എന്നല്ലേ പറഞ്ഞത്, നമ്മുടെ കമ്മ്യൂണിറ്റി എന്നല്ല. പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഒരിക്കലും നല്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ജീൻ, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഒരു കുട്ടി ചോദിച്ചത്, തമിഴ് ബ്രാഹ്മിൻസിന്റെ ഇടയ്ക്ക് അമ്മാവൻ അനന്തരവളെ കല്യാണം കഴിക്കും, അത് അല്ല അങ്ങനെയുണ്ട്, അമ്മാവൻ അനന്തരവളെ കഴിക്കുന്നുണ്ട്, അവർക്ക് അത് സിസ്റ്റം. അപ്പൊ അതെങ്ങനെയാണ് ഈ ജനറ്റിക്കലി 2 ജനറേഷൻ വരുമ്പോ വ്യത്യാസം വരും? ആണല്ലേ? No point in talking about it because it's absolutely nonsense. You are not supposed to do it. Okay. ഒരു ചോദ്യമുണ്ട്. ഈ നമ്മുടെ സാധാരണഗതിയിലെ ഉഴുന്നിന്റെ ഉപയോഗം കൂടുതലാണ് നമ്മുടെ ഇടയിലൊക്കെ, ഡൽഹി ദോശ അങ്ങനെയുള്ള. അത് എന്തെങ്കിലും ഞാൻ ഇടയെ വായിച്ചോട് തോന്നുന്നു ഉഴുന്നിന്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ്. ഉഴുന്ന് കുഴപ്പമൊന്നുമില്ല, ഉഴുന്ന് നല്ലത് തന്നെയാണ്. പക്ഷേ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഉഴുന്നത്ര നല്ലതല്ല. എക്സാമ്പിൾ, യൂറിക് ആസിഡ് ഹൈ ആണ്, അല്ലെങ്കിൽ അവർക്ക് കിഡ്നി ഫെയിലർ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉഴുന്ന് നല്ലതല്ല. അല്ലെങ്കിൽ ഉഴുന്നുള്ളത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ കുറച്ച് പ്രോട്ടീനേഷ്യസ് ആണ്, കുറച്ച് റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആവുന്നത്. ഡയബറ്റീസിന് പഴങ്ങള് വാഴപ്പഴം മാറിയുള്ളോ കേട്? അല്ല, ഡയബറ്റീസുകാർക്ക് പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരയ്ക്ക പഴുക്കാത്തത്, ഫ്രൂട്ട്സ്, ആപ്പിൾ വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കാം, ഓറഞ്ചും ഒരെണ്ണം കഴിക്കാം. എല്ലാം കൂടി ഒരു ദിവസം കഴിക്കണ്ട, ഓരോന്ന് വെച്ചിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വർജ്യം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ, യു ഷുഡ് നോട്ട് ഈറ്റ് പൈനാപ്പിൾ. കഴിയുന്നത്രയും പൈനാപ്പിൾ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. കാരണം പൈനാപ്പിൾ ഈസ് ഹൈലി ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. 2 ഏത്തപ്പഴം വെരി ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ കണ്ടന്റ് ആണ്. 3 പൂവമ്പഴം വെരി ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ കണ്ടന്റ് ആണ്. 4 മുന്തിരിങ്ങ വെരി ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ കണ്ടന്റ്. അപ്പൊ ഷുഗർ കണ്ടന്റ് വളരെയധികം ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ആ സമയത്ത് സെമി റൈപ്പ് ആയിട്ടുള്ള പപ്പായ, ആപ്പിൾ, പേരയ്ക്ക മുതലായവ നമുക്ക് കഴിക്കാം. പപ്പായ കഴിക്കാം അല്ലേ? യെസ്, നല്ല പഴുത്തല്ല, ഒരു സെമി റൈപ്പ്. സപ്പോട്ട ഈസ് വെരി ടേസ്റ്റി അല്ലേ? ഭയങ്കര ഹൈ കാലോറിയാണ് സപ്പോട്ട. കഴിക്കാം. ഷുഗറിന്റെ അധികമില്ല. ഷുഗർ ഉണ്ട്, കാലോറിക് വാല്യൂ കൂടുതലാണ്. ഓക്കെ, വാട്ടർമെലൺ എങ്ങനെയാ കഴിക്കാമോ? വാട്ടർമെലൺ ഈസ് വെരി ഹൈ കലോറിക് കണ്ടന്റ് ആണ്. പലപ്പോഴും ആൾക്കാർക്ക് ഈ സമ്മർ സീസണിൽ നമ്മൾ ഒരു വാട്ടർമെലൺ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഷുഗർ നോക്കണം. ഇറ്റ് വിൽ ഗോ വെരി ഹൈ. വ്യത്യാസമൊന്നുമില്ല, വേവിച്ചാലൊന്നും വ്യത്യാസമില്ല. ഈ വെള്ളുള്ളി പച്ചക്ക് തിന്നണത് വല്ല ദോഷവശം ഉണ്ടോ ഡോക്ടർ? ഷുഗർ കണ്ടന്റ് ഇല്ല റോബസ്റ്റയില്. ഡോക്ടർ, വെള്ളുള്ളി പച്ചക്ക് കഴിക്കുന്നത് അത് വല്ല കേടുള്ള വശമുണ്ടോ അതിന്? ഒന്ന് അസഹ്യമായ ദുർഗന്ധം, ഒന്ന്
അല്ല അതല്ല ഞാൻ ചോദിച്ചത്, ഹെൽത്ത് വൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താ കാര്യം വെച്ചാൽ വെളുത്തുള്ളി എക്സ്പെഷ്യലി ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വളരെ പ്രചാരമാണ്. അത് തെറ്റില്ല, നല്ലതാണ്. പക്ഷെ വെളുത്തുള്ളിയും അതിന്റെ ഒപ്പം രക്തം കട്ടപിടിക്കാണ്ടിരിക്കുന്ന ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോ സർജറിക്ക് മുമ്പൊക്കെ നിങ്ങൾ വെളുത്തുള്ളി നന്നായി കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സർജനോട് പറയണം, ഞാൻ ആസ്പിരിൻ ക്ലോപ്പിഡോഗ്രിലും അതിന്റെ ഒപ്പം വെളുത്തുള്ളിയും കഴിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ വെളുത്തുള്ളി ഒക്കെ നിർത്തി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടേ സർജറിക്ക് എടുക്കുള്ളൂ. സോ ഒരു ആന്റി കോയാഗുലന്റ് പ്രോപ്പർട്ടീസ് വെളുത്തുള്ളിക്ക്. അത് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയും. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ആഹാരം കൊണ്ട് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഫുഡ്, ഹൗ ക്യാൻ വി യൂസ് ഇറ്റ് ഇൻ അവർ ഡെയിലി. ഇതിന് വെച്ചിട്ട് ഒരു മരുന്ന് പോലെ നമുക്ക് നമ്മുടെ പാരാമീറ്റേഴ്സ് കുറയ്ക്കാൻ പറ്റുന്നതിൽ വരുന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് വെളുത്തുള്ളി കഴിക്കുന്ന ആൾക്കാരിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതൊരു ജാക്കിൽ വന്ന ജേർണൽ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ഒരു ഫുൾ സെക്ഷൻ ഉണ്ട് ഇതിനെ കുറിച്ച്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്, വെളുത്തുള്ളി കഴിക്കുന്ന ആൾക്കാർക്ക് സർജറി ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുകൊണ്ട് അവര് എന്താ പറയാ അത് ഇൻഫോം ചെയ്തിരിക്കണം. അല്ല, വെള്ളുള്ളി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു 10 ദിവസം കഴിയുമ്പോ ഓരോ ചൊള ഒന്നും തിന്നുകൊണ്ടിരിക്കുമ്പോ ജോയിന്റ്സിനൊക്കെ പെയിൻ വരുന്നുണ്ട്. അത് ബിക്കോസ് ഓഫ് ദാറ്റ്. ഐ റിയലി ഡോണ്ട് നോ. സി, എനിക്ക് അതിന്റെ ഇതിനെ കുറിച്ച് പറയാന്നല്ലാണ്ട് വെളുത്തുള്ളി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു വിവരം എനിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മള് കോവിഡ് 2 മാസം കഴിഞ്ഞിട്ടേ കാർഡിയോ റിലേറ്റഡ് എക്സസൈസ് തുടങ്ങാവുള്ളൂ എന്ന് പൊതുവെ കേട്ടിട്ടുണ്ട്. വെരി ട്രൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് അഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ ഓർഗൻസിലും അഫക്ഷൻ ഉണ്ട്. ആൻഡ് സം ഓഫ് ദ പേഷ്യൻസ് അവർക്ക് ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഹൃദയത്തിന്റെ മാംസപേശികള് ശക്തി കുറയ്ക്കുക. ഏതൊരു വൈറൽ ഡിസീസ് കഴിഞ്ഞാലും 1 or 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മളുടെ എക്സസൈസ് പാറ്റേൺസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോവിഡ് കുറച്ചും കൂടി മാരകമായതുകൊണ്ട് ബെറ്റർ ടു വെയിറ്റ് ഫോർ 1 or 2 months. കാരണം ആ ഫാറ്റിഗബിലിറ്റി എല്ലാം പോയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഹാർട്ട് ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രീതിങ് എക്സസൈസ് പോലുള്ളത് ചെയ്യാമോ? അതും കാർഡിയോ റിലേറ്റഡ് അല്ലേ? അല്ലല്ല, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ബ്രീതിങ് എക്സസൈസ് നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യുവർ ലങ് റിക്കവറിയിൽ. അങ്ങനെയാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. സോ ലങ് റിക്കവറി ഈസ് വെരി യൂസ്ഫുൾ. ഇത് അപ്പൊ പ്രാണായാമം ചെയ്യാനും അതോടൊപ്പം തന്നെ ബലൂൺ വീർപ്പിച്ച് പിള്ളേർക്ക് കൊടുക്കാനാണ് ഞാൻ പറയാറ്. എല്ലാ ദിവസവും രാവിലെ ഒരു ബലൂൺ വീർപ്പിച്ച് കുട്ടിക്ക് കൊടുക്കുക, വൈകുന്നേരം ഒരു ബലൂൺ വീർപ്പിച്ച് കൊടുക്കാൻ. That's a very good lung exercise. നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള അസസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പോസ്റ്റ് കോവിഡ് കാർഡിയോ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ്? ആഫ്റ്റർ ഒരു നമ്മുടെ ഫറ്റിഗബിലിറ്റി ഒന്നുമില്ല, നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ അശോക് ഈസ് എ മാരത്തോൺ റണ്ണർ. സോ അശോക് ആഫ്റ്റർ 2 months he started running his marathon. So if you are a fit person, നമ്മുടെ CT ചെസ്റ്റ് CTയിലെ യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നമ്മുടെ ലങ്സിന് യാതൊരു പ്രശ്നം ഉണ്ടാവാത്ത ഒരാളാണ് എങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് HbA1c മതി, മറ്റേത് മന്ത്രി നോക്കണമെന്നില്ല. HbA1c നോക്കുന്നതാണ് നല്ലത് എന്നൊരാളെ പറഞ്ഞു. അതാണോ ശരി, അതോ മന്ത്രി നോക്കണോ? മറ്റേ ആവറേജ് അല്ലേ HbA1c പറയണത്? HbA1c ആണ് നല്ലത്, ഒരു സംശയമില്ല. കാരണം HbA1c ആണെങ്കിൽ ഷുഗറിന്റെ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറോ വെച്ചിട്ടല്ല ഒരു രോഗി അദ്ദേഹത്തിന് കിഡ്നി ഡിസീസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹൃദ്രോഗത്തിലേക്ക് പോവുമോ എന്നുള്ള കാര്യം അറിയാം. മെയിനായിട്ട് ഇറ്റ് ഈസ് ദി HbA1c. സോ നമ്മുടെ ഒരു പക്ഷേ HbA1c നമുക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ യു റിക്വയർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. ബട്ട് ഇഫ് യു വാണ്ട് ടു നോ വെദർ മൈ പേഷ്യന്റ് ഈസ് ഡൂയിങ് വെൽ ഓർ നോട്ട്, വെദർ ഹി ഈസ് ലൈങ്, അന്ന് മാത്രമേ മരുന്ന് കഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടോ ഒരു വ്യക്തി എന്ന് അറിയണമെങ്കിൽ HbA1c ചെയ്താൽ മതി. ഡോക്ടർ, ഇപ്പൊ വളരെ ഒരു ക്വസ്റ്റ്യൻ. ഡോക്ടർ, ഇപ്പൊ വളരെ പ്രചാരത്തിൽ വരുന്ന ഒരു ട്രെൻഡാണ് കീറ്റോ ഡയറ്റ് ഫോളോവേഴ്സ്. അത് ഡോക്ടർ എന്താണ് അതിന്റെ? കീറ്റോ ഡയറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ നൈസ് ഡയറ്റ്. കീറ്റോ ഡയറ്റ് ശരിക്കും പറഞ്ഞാൽ അബദ്ധം പിടിച്ച ഡയറ്റ്. ഇതിനെക്കുറിച്ച് ഓൾറെഡി യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി ഒരു സ്റ്റഡി വരെ നടത്തി. ആൻഡ് ദേ ഫൗണ്ട് ഔട്ട് ദാറ്റ് പീപ്പിൾ ഹു ആർ ഓൺ കീറ്റോ ഡയറ്റ്, ആരെയാണോ കീറ്റോ ഡയറ്റിൽ ഇരിക്കുന്നത് അവർക്ക് ക്യാൻസർ മുതലായവ രോഗം വരാനും
കൂടുതൽ ഹൃദ്രോഗ സാധ്യതയാണ്. വെയിറ്റ് കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റേണൽ സൗന്ദര്യം കൂടാൻ പോകില്ല, പുറത്തെ സൗന്ദര്യം കുറച്ച് വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിന്നേ ഉള്ളൂ. പക്ഷേ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ ഇൻക്രീസസ്. സോ നോ പോയിന്റ് ഇൻ ഗോയിങ് ഫോർ കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് ഈസ് ഹംബഗ്, ഡോണ്ട് ഡു ഇറ്റ്. പക്ഷേ ഡോക്ടറെ ഫാറ്റിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് കാർബ്സ് മസ്റ്റ് ആണെന്നുള്ളതാണ്, കാർബ് ഈസ് എസെൻഷ്യൽ ഫാക്ടർ ആണെന്നുള്ളതാണോ ഡോക്ടർ? ഫാറ്റ് ആവശ്യമുണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ട് ഫാറ്റ് ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്റ്റാർവേഷനാണ് ഫാറ്റ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഫാറ്റ് ഉപയോഗിക്കുന്ന സമയത്തും there are lot of byproducts അല്ലേ. Byproducts will not be very useful. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു 6-7 മാസമായിട്ട് ഞാൻ ചെയ്യുന്നത് വൈകിട്ട് അത്താഴമില്ല, 2 ഇടവേള ഏതെങ്കിലും കഴിക്കും. എൻ്റെ രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഒരു 3 മണിയാവും. ഈ 2 ആഹാരം മാത്രമേ 7 മാസമായിട്ടുള്ളൂ. അതൊരു നല്ല ഇതായിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യാവുന്ന കാര്യമാണ്. എനിക്ക് 61 വയസ്സായി. വെരി ഗുഡ്. ഏതാണോ ഇതിനകത്തൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്, എന്താ അറിയാമോ? കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് ഇത് ചെയ്യാൻ. പക്ഷെ നമ്മളുടെ ജീവിതശൈലിയും കൂടി അതിനൊത്ത് പോകണം. ഫോർ എക്സാമ്പിൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ വർക്കുള്ള ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനില്ല. നമുക്ക് ചിലപ്പോ വേറെ നമ്മളുടെ ഇതായിട്ടുള്ള എന്താ പറയുക വർക്കിന്റെ പാറ്റേൺസ് അനുസരിച്ച് കുറച്ച് വ്യത്യാസപ്പെടുത്തണം. ഇതൊരു ജനറൽ തത്വം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് അങ്ങനെ ചെയ്യാൻ അങ്ങേക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. പ്ലീസ് ഡു ഇറ്റ്, കണ്ടിന്യൂ ടു ഡു ഇറ്റ്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? അറിയില്ല. പാരസെറ്റമോള് നമ്മള് രോഗങ്ങൾ വരുമ്പോ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മള് പല രീതിയിൽ അവൈലബിൾ ആണല്ലോ, 500 mg അങ്ങനെ പല ഇതിൽ അവൈലബിൾ ആണ്. അതിന്റെ യൂസ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കാർഡിയാക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും? കണ്ടമാന യൂസ് പാരസെറ്റമോൾ വളരെയധികം ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ഒരു ടാബ്ലറ്റ് ആണ്. എന്താ കാരണം എന്നറിയാമോ? ഏറ്റവും കൂടുതൽ പോയ്സണിങ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു വ്യക്തി 4 പാരസെറ്റമോളിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാതിരിക്കാൻ നല്ലത്. ഒരു മോർ ദാൻ 6-7 ടാബ്ലറ്റ്സ് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിവർ ഇഞ്ചുറി ഉണ്ടാവും. അതല്ല, എനിക്ക് പാരസെറ്റമോൾ ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അല്ല, ഞാന് അതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി, ഹൃദയത്തിന് അതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല. അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് മന്ത്ലി അത് ഒക്കേഷണലി യൂസ് ചെയ്യുന്നത് ദോഷമല്ലേന്നാ ചോദിച്ചത്. ഹൃദയത്തിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. അതേ സമയത്ത് ഐബുപ്രൂഫൻ, വോവറാൻ മുതലായ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കിഡ്നിക്കും ഹൃദയത്തിനും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അൺനെസസറി ആയിട്ട് കഴിയുന്നതും NSAID ഡ്രഗ്സ് എന്ന് പറയും, അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഏതൊക്കെ? വോവറാൻ, ഐബുപ്രൂഫൻ മുതലായ മരുന്നുകൾ OTC ആയിട്ട് ഇഷ്ടംപോലെ തോന്നിയ മാസമായിട്ട് കഴിക്കും. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. കുമ്പളങ്ങ ജ്യൂസ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്? ഒരു തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളും കുമ്പളങ്ങ ജ്യൂസിൽ ഇതുവരെ നടത്തിയതായിട്ട് എനിക്കറിയില്ല. അല്ല, ചില ജേർണലിൽ വായിച്ചു. എത്ര പേരാ കഷ്ടപ്പെട്ട് കാന്താരി മുളക് തിന്നണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വേറെ കുറെ ആൾക്കാർ ഇൻസുലിൻ ചെടി പറിച്ചുകൊണ്ട് വന്ന് തിന്നുന്നുണ്ട്. ഇതിന് പകരം മര്യാദയ്ക്ക് ഡയബറ്റീസിന്റെ ഗ്ലൈക്കോമെറ്റ് എന്ന് പറഞ്ഞ മരുന്ന് മര്യാദയ്ക്ക് കഴിച്ചാൽ പകുതി മാറും. അത് പറ്റൂല. ഇൻസുലിൻ ചെടി അരച്ചു കുടിക്കാനും കാന്താരി മുളക് കഷ്ടപ്പെട്ട് കഴിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഇതിന്റെ ഒന്നും ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ എത്ര പ്രൂവ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. മുകുൾ ഈസ് ഫൗണ്ട് ടു ബി വെരി യൂസ്ഫുൾ. മുകുൾ, പിന്നെ അതായത് നല്ല മഞ്ഞൾ കിട്ടാനില്ല. വല്ല മറയൂര് വല്ല ഫോറസ്റ്റുകാരെയൊക്കെ അറിയാമെങ്കിൽ നല്ല മഞ്ഞൾ കിട്ടുള്ളൂ. അങ്ങനെ നല്ല മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. മലബന്ധത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം പഴയ ത്രിഫലയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് സമയം 9 മണിയായി. അദ്ദേഹം ഇപ്പൊ 1.5 മണിക്കൂറായിട്ട് സംസാരിച്ചു. ഇനി നമ്മളെ കഷ്ടപ്പെടുന്നത് ശരിയല്ല. ഈ ഒരു യോഗത്തിന് നന്ദി പറയാനായിട്ട് നമ്മുടെ ശങ്കറിനെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ സംശയങ്ങളൊക്കെ ഒരുപാട് തീർക്കും വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് നമ്മളെ ഈ പ്രോഗ്രാമില് ആദ്യം തന്നെ ഈശ്വരപാസന സുഖമാർച്ചറിന്റെ അതുപോലെ അമിതമ്മയുടെ സ്വാഗതം, അതുപോലെ സംഘം, അതുപോലെ ഡോക്ടർ പരിചയപ്പെടുത്തൽ, ഇതൊക്കെ നമുക്ക് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രഭാഷണം അതിഗംഭീരമായ, കാരണം എല്ലാ രീതിയിലും നമുക്കൊരു ഊർജ്ജം, നമുക്ക് എങ്ങനെ നമ്മള്
ഒരു ദിവസം എങ്ങനെ പോകണം, അല്ലെ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റും നല്ല രീതിയിലൊരു പ്രഭാഷണം തന്ന ഡോക്ടർ മനു ആർ റോട്ടയ്ക്ക് പ്രത്യേകം ചികിത്സഭയുടെ പേരിൽ പ്രത്യേകം നന്ദി പ്രകാശിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രഭാഷണം കേൾക്കുക എന്നാൽ വളരെ ഒരു സന്തോഷമായ കാര്യമാണ്. ഞാൻ വളരെ സമയം കേൾക്കാറൊന്നുമില്ല. വളരെ നല്ല രസമായിരുന്നു, അത്ര രസമായിട്ട് പിന്നെ നമ്മള് ഫോർമലായിട്ട് മറ്റുള്ള ആദ്യം തന്നെയുള്ള ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിന് പങ്കെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് എല്ലാം ക്ലിയർ ചെയ്ത എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ നമസ്കാരം. അഭിമാനത്തോടുകൂടി പറയാവുന്ന ആളാണ് മനു ആർ ഈ പ്രഭാഷണം. വളരെ നന്ദി. എല്ലാ ഭാഗങ്ങളും നേരുന്നു. എല്ലാവരും ബോറടിപ്പിക്കില്ലാന്ന് വിചാരിക്കുന്നു. മനുവിന്റെ അഭിപ്രായം കൂടെ പറയട്ടെ. മനു പോയോ? മനു എന്താന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്, ഞാനിപ്പോ ഒരുപാട് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേട്ടു. എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് മെഡിസിനൽ ഫീൽഡിൽ മാത്രമല്ല, മനു ആധ്യാത്മികമായിട്ടും മറ്റുള്ള സാമൂഹികമായ കാര്യങ്ങൾ കലർത്തി പറഞ്ഞത് വെരി ഇൻട്രസ്റ്റിംഗ് ആയി. അതില് മനുവിന് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു മനു.